സ്ക്രീൻ ഓക്കെ ആണ്. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യാമോ? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാമോ? സ്ക്രീൻ ഈസ് ഓക്കെ, സ്ക്രീൻ ഈസ് ഓക്കെ, സ്ക്രീൻ ഈസ് ഓക്കെ. മിഷൻ 2025 ഗെറ്റ് റെഡി ടു ട്രാൻസ്ഫോം. യെസ്, ക്ലിയർ ആണ് അല്ലേ? താങ്ക് യു വെരി മച്ച്. എന്നെ കാണുന്നുണ്ടോ? ഓക്കെ, ഗ്രേറ്റ്. സോ നമ്മൾ ഇപ്പൊ തുടങ്ങുകയാണ്. ട്രാൻസ്ഫോർമേഷന് വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. വൈ വി ചൂസ് ഓക്സി? ഓട്ടോമാറ്റിക്കലി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓക്സി നമ്മൾ ചൂസ് ചെയ്തതിന് കുറച്ച് റീസൺസ് ഉണ്ട്. ആ റീസൺസ് ആണ്: ഒന്ന്, ഫിനാൻഷ്യൽ ഫ്രീഡം; രണ്ട്, ടൈം ഫ്രീഡം; മൂന്ന്, ഹെൽത്തി ഫാമിലി; നാല്, സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ; ആൻഡ് അഞ്ച്, ഹെൽപ്പിംഗ് അതേഴ്സ്, ചാരിറ്റി, മണി മാനേജ്മെന്റ്, ലീഡർഷിപ്പ് സ്കിൽ, പീസ്ഫുൾ ലൈഫ്. ഇവിടെ ഒരുപാട് പേര് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ഒരുപാട് ലെജൻഡറി ലീഡേഴ്സ് ഉണ്ടാവാൻ ഒരുപാട് സാധ്യതകളുണ്ട്. ബിക്കോസ് നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് 7th ഇയർ റണ്ണിങ് ആണ്. നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഓൾറെഡി ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടിയ വ്യക്തികളുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് പറയാൻ പറ്റും ഓക്സിയിൽ ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടും എന്നുള്ളത്. നമുക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അങ്ങനെ ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടിയ ആളുകളുടെ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാം. സോ ഫിനാൻഷ്യൽ ഫ്രീഡം എന്നാൽ എന്താണ്? ചോദ്യം ഇത്രേ ഉള്ളൂ. നമ്മൾ ഓക്സി ചൂസ് ചെയ്തു, ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടും. അപ്പൊ ഈ ഫിനാൻഷ്യൽ ഫ്രീഡം കൊണ്ട് നമ്മൾ എന്താ അർത്ഥമാക്കുന്നു? വെരി സിമ്പിൾ ആയിട്ട് അതിനൊരു എക്സാമ്പിൾ പറയാം. ആ എക്സാമ്പിൾ ഇത്രേ ഉള്ളൂ. ഒരു ഷോപ്പിൽ പോകുന്ന സമയത്ത്, ഒരു കടയിൽ പോകുന്ന സമയത്ത്, ആ ഷോപ്പിൽ നിന്നും പ്രൈസ് നോക്കാണ്ട് നമ്മൾ എന്ന് പർച്ചേസ് ചെയ്യാൻ തുടങ്ങുന്നോ അന്ന് നമുക്ക് ഉറപ്പിക്കാം നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലാണ് എന്നുള്ളത്. ബിക്കോസ് നമ്മുടെ പോക്കറ്റില് കാശ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് നിറയെ കാശുണ്ട്, കൈ നിറയെ കാശുണ്ട്, ഡെഫിനറ്റ്ലി നമ്മൾ അവിടെ നോക്കില്ല, പ്രൈസ് നോക്കില്ല. തീർച്ചയായിട്ടും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ആ ഒരു ലൈഫ്, ഫിനാൻഷ്യൽ ഫ്രീഡത്തിന്റെ ലൈഫ്. ദ സെയിം ലൈക്ക് ടൈം ഫ്രീഡം. വാട്ട് ഈസ് ടൈം ഫ്രീഡം? ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ടൈം ഫ്രീഡം? ടൈം ഫ്രീഡത്തിന് ഇത്രയേ ഉള്ളൂ ഡെഫിനിഷൻ. നമ്മൾ ഇല്ലെങ്കിലും, നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിലും, നമ്മൾ ഈ ഒരു ദുനിയാവിൽ ഇല്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ പ്രസൻസ് ഇല്ലാണ്ട് നമുക്ക് വരുമാനം ലഭിക്കുന്ന രീതിയിൽ നമ്മുടെ ബിസിനസ് മാറിയാൽ നമുക്ക് ടൈം ഫ്രീഡം വന്നു. അത് എവിടുന്ന് കിട്ടും? ഡെഫിനറ്റ്ലി അതിന് ഒരേ ഒരു ആൻസർ, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആൻസർ ഇൻ ദ വേൾഡ്, ദാറ്റ് ഈസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ പറ്റി പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് പഠിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ നേരെ കയറുക, ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, ഹു ആർ ദ ടോപ്പ് ഏർണേഴ്സ് ഇൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി. ആരൊക്കെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലെ വേൾഡ് ലെവൽ ടോപ്പ് അച്ചീവേഴ്സ്? ഒരു സാധാരണക്കാരൻ ആ ഒരു ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, വീണ്ടും നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യം ഇത്രയേ ഉള്ളൂ: ഒരു മാസം എത്ര രൂപ വരെ ഏൺ ചെയ്യുന്ന ആളുകൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ വേൾഡിൽ ഉണ്ടെന്ന് ഞാൻ ചോദിച്ചാൽ എന്തുത്തരം തരും? എന്തുത്തരം തരും? ക്രോർ പ്ലസ്. എന്തെങ്കിലും ഒരു കണക്ക് തരുമോ? എത്ര കോടി? ക്രോർ പ്ലസ് എന്നുള്ളത് ഓക്കെ, എത്ര കോടി? കോടികൾ വാങ്ങുന്നവർ ഉണ്ട്, അതുപോട്ടെ. എത്ര കോടികൾ വാങ്ങുന്നുണ്ട് എന്നുള്ളത് ഓക്കെ. 2 crore. ഓക്കെ, വെൽത്ത് വേസ് സക്കീർ സർ. 3600 കോടി ഇസ് ഗ്രേറ്റ്. ഓക്കെ, 3600 കോടി. ഒരു മാസത്തെ കാൽക്കുലേഷൻ ആണ് ഞാൻ ചോദിച്ചത്. എനിവേ, ഞാൻ ടോട്ടലി എന്തായാലും ഇവിടെ നമുക്ക് ഒരു ഗ്രേറ്റ് 2 ലീഡേഴ്സ് ഇവിടെ 3600 കോടി. അപ്പൊ എന്തുകൊണ്ടാണ് 3600 കോടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം വേൾഡിലെ തന്നെ, നമുക്കറിയാം ഒരു ഫിലിം ഇൻഡസ്ട്രി ആവട്ടെ, അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് ഇൻഡസ്ട്രി ആവട്ടെ, ഫുട്ബോൾ ഇൻഡസ്ട്രി ആവട്ടെ, അവിടെ എല്ലാം ഒരു സൂപ്പർ ഹീറോസ് അല്ലെങ്കിൽ റോൾ മോഡൽസ് ഉണ്ടാവും. ഈ റോൾ മോഡൽസിനെ കണ്ടിട്ടാണ് പലരും അതിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്നത്. ഇവിടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയുടെ ദ ബെസ്റ്റ് ആൻഡ് വൺ ആൻഡ് ഓൺലി റോൾ മോഡൽ ഒരു വ്യക്തിയാണ്, ഡെക്സ്റ്റർ യാഗർ.
അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ലൈഫ് ടൈം ഇൻകം ഈ ഇൻഡസ്ട്രിയിൽ നിന്നും അദ്ദേഹം ഏൺ ചെയ്തത് 3600 കോടി ആയിരുന്നു മരിക്കുന്നതിന് മുമ്പെങ്കിൽ ഇന്ന് അദ്ദേഹം ജീവിതത്തിലില്ല, മരിച്ചുപോയി, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം വിട്ടുപോയി. പക്ഷെ എങ്കിലും അദ്ദേഹത്തിന്റെ ഫാമിലിയിലേക്ക് 100-ലധികം കോടി ഇയർലി വന്നുകൊണ്ടേയിരിക്കുന്നു. ദാറ്റ് ഈസ് ദ പവർ ഓഫ് നെറ്റ്വർക്ക് മാർക്കറ്റ്. അദ്ദേഹത്തിന് ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിച്ചിരുന്നു, ടൈം ഫ്രീഡം അനുഭവിച്ചിരുന്നു, ബിക്കോസ് അദ്ദേഹം ചെയ്തത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. ദ സെയിം ലൈക്ക് ഇവിടെയും ഹാപ്പൻ ആണ്. കാരണം അത് നിരന്തരമായ കൺസിസ്റ്റൻസി ആണ്, വർക്കിന്റെ റിസൾട്ട് ആണ് ആ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദെൻ നമുക്ക് മൂന്നാമത്തെ പോയിന്റിലേക്ക് വരാം. ടൈം ഫ്രീഡം കഴിഞ്ഞു. ഹെൽത്തി ഫാമിലി. നമുക്കറിയാം ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ. ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന നമ്മുടെ പ്രോഡക്റ്റ് കാറ്റഗറിയെ പറ്റി നമ്മൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, ചാറ്റ് ബോക്സ് പറയൂ, എന്ത് പറയും നമ്മുടെ ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രോഡക്ട്സിനെ പറ്റി? എന്താണ് നമുക്ക് ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ? ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാമോ? സൂപ്പർ, വി ആർ സോ എക്സൈറ്റഡ് അല്ലെ? ഗുഡ് ടച്ചിങ് പ്രോഡക്റ്റ്, സൂപ്പർ പ്രോഡക്റ്റ്, സൂപ്പർ 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 റിസൾട്ട്. ഇതല്ലാണ്ട് നമുക്കൊന്നും പറയാനില്ല. ബിക്കോസ് അവർ പ്രോഡക്ട്സ് ആർ അമേസിങ് പ്രോഡക്ട്സ്. സോ ഹെൽത്തി ഫാമിലിയെ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽത്തി പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇവിടെ സേഫ് ആയിട്ട് നമ്മുടെ ഫാമിലിയെ സെക്യൂർഡ് ആക്കാം. ദെൻ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലൂടെയാണ് ഒട്ടുമിക്ക സ്പിരിച്വൽ ട്രെയിനേഴ്സ് ആയിട്ടുള്ളത്. ട്രെയിനേഴ്സ് ആയത് സ്പിരിച്വലി ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ മെഡിറ്റേഷന്റെ ആദ്യ സ്റ്റെപ്പ് പലർക്കും ജീവിതത്തിൽ പഠിപ്പിച്ചു കൊടുത്തത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. യെസ് ഓർ നോ? നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി ആണ് മെഡിറ്റേഷനിലേക്കും അഫർമേഷനിലേക്കും വിഷ്വലൈസേഷനിലേക്കും എത്തിച്ചിട്ടുള്ളത്. യെസ് ഓർ നോ? നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നോ എന്ന് തന്നെ ടൈപ്പ് ചെയ്യാം. യെസ്, ഓഫ് കോഴ്സ്, ഗ്രേറ്റ്. സോ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും കൺസിസ്റ്റൻസിയിൽ പോകുന്ന ഓരോ ലീഡേഴ്സിന്റെയും. നല്ല ലീഡേഴ്സ് നമ്മുടെ കൂടെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്പിരിച്വലി കൂടെ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. ദെൻ ഹെൽപ്പിംഗ് അതേഴ്സ്, ചാരിറ്റി. ചാരിറ്റി നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും ആഗ്രഹമാണ് ചാരിറ്റി ചെയ്യുക. 2025 തുടങ്ങുകയാണ്. നമ്മളൊരു പുതിയൊരു ഡിസിഷൻ, പല ഡിസിഷൻ നമുക്ക് എടുക്കാനുണ്ട്. ഒരു പുതിയൊരു ഡിസിഷൻ നമ്മൾ എടുക്കാൻ തയ്യാറാണെങ്കിൽ ഒരു ദിവസം ഒരാളെയെങ്കിലും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ, ഒരു ഫിനാൻഷ്യലി ഒരു 10 രൂപയെങ്കിലും ഞാൻ ഒരു ദിവസം ഒരു ചാരിറ്റിയിലേക്ക്, ആർക്കെങ്കിലും ആവശ്യപ്പെടുന്ന ആളുകളിലേക്ക് ഞാൻ എത്തിക്കും എന്ന തീരുമാനം നമ്മൾ ഓരോ ദിവസവും എടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് പുതിയൊരു ഹാബിറ്റ് കൂടി 2025 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ആർ യു റെഡി? ഐ ആം റെഡി. ഞാൻ റെഡി. ഒരു 10 രൂപ വേണ്ട, 1 രൂപ, 1 രൂപ ഒരു ബോക്സിലേക്ക്, ഒരു ചാരിറ്റി ബോക്സിലേക്ക് ഇടാനോ ഒരാളെ ഹെൽപ്പ് ചെയ്യാനോ ഐ ആം റെഡി. ഓക്കെ, എത്രയോ പേര് റെഡി. സോ ഇങ്ങനെ ഒരു കൂട്ടം ഹെൽപ്പിംഗ് അതേഴ്സ്. നമ്മൾ ചിന്തിക്കുക, ഇന്നിവിടെ 200+ ലീഡേഴ്സ് ആണുള്ളത്. 200+ ലീഡേഴ്സിനും ഒരുപാട് ടീം അംഗങ്ങളുണ്ട്. ഈ ടീം അംഗങ്ങളിലേക്കും നമ്മൾ ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നതിലൂടെ ആയിരക്കണക്കിന് ആളുകൾ ദിവസവും 1 രൂപയെങ്കിലും ചാരിറ്റിയിലേക്ക് പുതുതായിട്ട് കൊടുക്കാൻ ശ്രമിച്ചാൽ ആ കിട്ടേണ്ട ആളുകളിലേക്ക് കൂടുതൽ എത്തും. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഇത്രേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഇന്ന് ചിലപ്പോൾ 1 രൂപയോ 10 രൂപയോ 100 രൂപയോ 1000 രൂപയോ ചിലപ്പോൾ ഒരു മാസം 10,000 രൂപയോ ചാരിറ്റി കൊടുക്കാനുള്ള സാമ്പത്തികാവസ്ഥ മാത്രമേ ചിലപ്പോൾ ഇന്നുണ്ടാകൂ. പക്ഷേ നാളുകളിൽ നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ ഓക്സിജനോ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിലൂടെ നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റി കമ്പനി തന്നിട്ടുണ്ട്. ഈ ഓപ്പർച്യൂണിറ്റികളിലൂടെ ഈ ഇരിക്കുന്ന 200 പേരും, ഈ 200-ലധികം പേരും ഒരു മാസം ഒരു 1 കോടി രൂപ ഏൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ, ഓക്കെ, ആ സിറ്റുവേഷൻ വന്നാൽ ഇമാജിൻ ചെയ്യാം നമുക്ക് എത്ര രൂപ ഒരു ദിവസം വേണ്ട ഒരു മാസം ചാരിറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റും. നമുക്ക് ഒരു മാസം 1 കോടി കിട്ടുന്ന സിറ്റുവേഷൻ വന്നാൽ എത്ര രൂപ നമുക്ക് ചാരിറ്റി ആയി കൊടുക്കാൻ പറ്റും? ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. ഇഫ് യു ആർ റെഡി, ചാരിറ്റി ചെയ്യാൻ റെഡി ആണെങ്കിൽ ടൈപ്പ് ചെയ്യാം. 50,000 അന്നത്ത് മാഡം, 20,000 ഹക്കില മാഡം, ഷിയാന, 10 lakh. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. കിട്ടുന്നതിന്റെ 10% ഞാൻ ചാരിറ്റിക്ക് റെഡിയാണ്. 1 lakh. ഓ 50 lakh. ഓ സുജിത് ബ്രോ, ഗ്രേറ്റ്.
UBT, DD. ഓക്കെ, ഗ്രേറ്റ്. ഒരുപാട് ലീഡേഴ്സിന്റെ മനസ്സിൽ തന്നെ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചാറ്റ് ബോക്സ് ഒന്ന് നോക്കുക, നമ്മുടെ സുഹൃത്തുക്കളെ ജസ്റ്റ് ചാറ്റ് ബോക്സ് നോക്കുക, നമ്മുടെ കൂടെയുള്ള കൂട്ടം, നമ്മുടെ സർക്കിളിന്റെ ഒരു മൈൻഡ് സെറ്റ് ഒന്ന് നോക്കുക. കിട്ടിയാൽ കൊടുക്കാൻ ഒരുപാട് താല്പര്യമുള്ള, കുറച്ചല്ല, ഞാൻ ഒരുപാട് തരാൻ റെഡിയാണ്, എൻ്റെ കയ്യിൽ കൂടുതൽ വരുന്നതിനനുസരിച്ച്, തീർച്ചയായിട്ടും ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ള ഓരോ വ്യക്തികളും ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അതുകൊണ്ടാണ് പറയാൻ കാണിക്കുന്ന ഒരു ഗഡ്സ്, ആ ഒരു ധൈര്യം വരുന്നത്. തീർച്ചയായിട്ടും ഐ എം സോ അപ്രീഷിയേറ്റ് യു ഓൾ. ഗോഡ് ബ്ലെസ് യു ഓൾ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതേപോലെ ഒരുപാട് കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ. കാരണം ഒരുപാട് പേരിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും, ചാരിറ്റി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഏറ്റവും വലിയ ചാരിറ്റി പറയട്ടെ. നമ്മൾ ഇവിടെ ചെയ്യുന്ന ഒരു ചാരിറ്റി ആണ്, അല്ലെങ്കിൽ ഹെൽപ്പിംഗ് ആണ് നമ്മൾ കൊടുക്കുന്ന ഓരോ പ്രോഡക്റ്റും. നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് വഴി ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നത്തിന് ഒരു പരിഹാരമായാൽ അദ്ദേഹം തീർച്ചയായിട്ടും നമ്മളോട് എന്നും അദ്ദേഹത്തിന് ആ ഒരു ഏരിയയെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ ഫേസ് ഓർമ്മ വരും, നമ്മുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റിനെ കുറിച്ച് ഓർമ്മ വരും, നമ്മുടെ ഓക്സിജനോ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ഓർമ്മ വരും. യെസ് ഓർ നോ? നമ്മൾ ചെയ്യുന്നത് ചാരിറ്റി ആണോ? നമ്മൾ ചെയ്യുന്നത് ഹെൽപ്പിംഗ് ആണോ? യെസ് ഓർ നോ? യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ തന്നെ ടൈപ്പ് ചെയ്യാം, നോ ഇഷ്യൂ. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം, യെസ് ഓഫ് കോഴ്സ്, താങ്ക് യു ഓൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓക്സി പ്രോഡക്റ്റിലൂടെ മാത്രമല്ല ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മുടെ ഓക്സി ഒരുപാട് ഫാമിലിയിലേക്ക് വരുമാനം എത്തിച്ചും ഹെൽപ്പ് ചെയ്യുന്നു. ഇന്ന് ഓക്സിയുടെ ചാനൽ പാർട്ണർ സിസ്റ്റത്തിലൂടെ ഒരുപാട് ഷോപ്പുകാർക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി, ബിസിനസ് കൂടാൻ വേണ്ടി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തുറന്നു കൊടുക്കുന്നു. ഹെൽപ്പിംഗ് അല്ലേ? മറ്റൊരു വ്യക്തിയുടെ പ്രോബ്ലത്തെ മനസ്സിലാക്കി, ഒരുപാട് വ്യക്തികളുടെ പ്രോബ്ലത്തെ മനസ്സിലാക്കി, ഇത് എല്ലാത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആക്കി ഈ ഓക്സി മാറിക്കഴിഞ്ഞു. സാറിനോ, ഓക്സിയുടെ ഒരു ബിഗിനിങ് സ്റ്റേജ് ആണ് 2025 എന്ന് പറയാൻ പറ്റും. ഓക്സിയുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഓരോരുത്തരും ഓൾറെഡി ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും നന്മ ചെയ്യുന്നവര് ആരായാലും ദൈവം നന്മയെ തിരിച്ചു കൊടുക്കും. യെസ് ഓർ നോ? സോ വി ആർ സോ ലക്കി, നമ്മൾ ഓക്സിയിൽ വരാൻ സാധിച്ചതിന്, ഈ പ്രോഡക്റ്റുകൾ വിൽക്കാൻ നമ്മൾ സാധിക്കാൻ പറ്റിയതിന് ദൈവത്തിന് നന്ദി. സോ താങ്ക്സ് ടു ഗോഡ്. ദെൻ മണി മാനേജ്മെന്റ്. നമ്മുടെ ഹെൽപ്പിംഗ് അതേഴ്സിൽ ഒരു കാര്യം കൂടി നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരുപാട് പേർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. എന്നെ കൊണ്ടുവന്ന വ്യക്തി, ആ വ്യക്തി എനിക്ക് തന്ന ഓപ്പർച്യൂണിറ്റി, ആ ഓപ്പർച്യൂണിറ്റി മൂലം എൻ്റെ ഫാമിലി ഫിനാൻഷ്യലി ഫ്രീ ആയാൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ മൈ അപ്ലൈൻ ഓൾസോ, പ്ലസ് അവർ കമ്പനി. നമ്മുടെ കമ്പനിയോട് നമുക്ക് ഹാപ്പിനെസ്, റെസ്പെക്ട് വരും. ആ കമ്പനി ഹെൽപ്പ് ചെയ്തത് എങ്ങനെയാണ്? ഓപ്പർച്യൂണിറ്റി തന്നിട്ട്. ഇനി ഒരു 10,000 പേര് നമ്മുടെ അടുത്തേക്ക് വരാം, എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തരാമോ എന്ന ചോദ്യത്തിന് നമ്മുടെ കയ്യിൽ ഉത്തരമുണ്ട്. 10,000 പേർക്കും ഉത്തരമുണ്ട്. ഇതേ ചോദ്യം ഗവൺമെന്റിനോട് പോയി ചോദിച്ചാൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എന്റർപ്രണേഴ്സിനോട് പോയി ചോദിച്ചാൽ, അവര് പറയും ഇപ്പൊ വേക്കൻസി ഇല്ലന്ന്. ഓൾറെഡി ഉള്ളവരെ എങ്ങനെ പിരിച്ചുവിടുന്ന ആലോചിച്ചിരിക്കുകയാണ്. യെസ് ഓർ നോ? ആം ഐ കറക്റ്റ്? ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ? സോ നമ്മൾ അങ്ങനെയും ചാരിറ്റി ചെയ്യുന്നുണ്ട്. ദെൻ മണി മാനേജ്മെന്റ്, നമ്മുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലൂടെ നമ്മൾ ഓരോ സ്റ്റേജ് എത്തുമ്പോഴും പുതിയ ട്രെയിനിങ്സ് കിട്ടി നമ്മൾ ടോട്ടലി ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. അതിൽ മണി മാനേജ്മെന്റ് വരും, ലീഡർഷിപ്പ് സ്കില്ല് വരും. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വരും. ഒരുപാട് പേരുടെ ലൈഫിനെ മാറ്റിമറിച്ച് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയാണ്, അതിലൂടെ കിട്ടുന്ന ട്രെയിനിങ്സ് ആണ്. ദെൻ എസ്പെഷ്യലി പീസ്ഫുൾ ലൈഫ്. ഈ പറഞ്ഞത് എല്ലാത്തിനെയും കവച്ചു വെക്കുന്നതാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞ 8ാമത്തെ പോയിന്റ്, പീസ്ഫുൾ ലൈഫ്, മനസ്സമാധാനമുള്ള ലൈഫ്. കാരണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ നല്ലതുമുണ്ട്, ചീത്തതുമുണ്ട്, ഒരു സംശയമില്ല. അത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ മാത്രമല്ല, ലോകത്ത് എവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും നല്ലതുമുണ്ട്, ചീത്തതുമുണ്ട്. അത് മതങ്ങളിലായാലും ശരി, രാഷ്ട്രീയത്തിലായാലും ശരി, കച്ചവടങ്ങളിലായാലും ശരി, ഗവൺമെന്റ് സ്ഥാപനങ്ങളിലായാലും ശരി, നല്ല വ്യക്തികളും ഉണ്ടാവും, ചീത്ത വ്യക്തികളും ഉണ്ടാവും. യെസ് ഓർ നോ? ഗുഡ് ഓർ ബാഡ്?
അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന ഇത്രയും നന്മകളാണ് തീർച്ചയായിട്ടും നമ്മളിലേക്ക് ഭവിക്കുന്നതും നന്മകൾ മാത്രമായിരിക്കും. സോ വി ആർ സോ ഗ്രേറ്റ്ഫുൾ. നമ്മൾ വീണ്ടും ദൈവത്തിനോട് നമുക്ക് നന്ദി പറയാം. Then next to the question, I want to ask you one question. Can you become rich? നിങ്ങൾക്ക് റിച്ച് ആവാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ്. കാരണം നമുക്ക് ഓക്സി ഫിനാൻഷ്യൽ ഫ്രീഡം തരാൻ റെഡിയായി. സോ ക്യാൻ യു ബിക്കം റിച്ച്? അത് എസ് ആണെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇനി നോ ആണെങ്കിൽ ഐ കാണ്ട് എന്നാണെങ്കിൽ മൈൻഡ് ഇപ്പൊ എന്താണ് പറയുന്നത്, നിങ്ങളുടെ മൈൻഡ് എന്താണ് പറയുന്നത്, അപ്പോ അത് നോക്കുക. എസ് ഓർ നോ ഓർ ട്രൈ. ട്രൈ, നോ, യെസ്, എന്തും ടൈപ്പ് ചെയ്യാം. എല്ലാവരും യെസ് ആണ്. എല്ലാവരും യെസ്. ആബ്സല്യൂട്ട്ലി യെസ്, 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 യെസ്. ഡെഫിനറ്റ്ലി 2025 എല്ലാവരുടെയും ലൈഫിൽ റിച്ച്നെസ് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇനി റിച്ച് ആയ ആളുകൾ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നത് കണ്ടു, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഓക്സിയിൽ എന്നുള്ളത്? തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി ഐ വാണ്ട് ടു ഷോ യു സംതിങ്. റെഡി, 1 2 3. ഗ്രേറ്റ്. Who is he? ആരാണ് അദ്ദേഹം? മിസ്റ്റർ സുജിത് ഫ്രം എറണാകുളം. നമുക്ക് ഓക്സിജനോയുടെ ഒരു സൂപ്പർ ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് ഒറ്റ വാക്കാൽ പറയാം, മിസ്റ്റർ സുജിത് സർ. ഡെഫിനറ്റ്ലി വി ആർ സോ ഗ്രേറ്റ്ഫുൾ. ഞങ്ങൾ എല്ലാവരും ഭാഗ്യവാന്മാരാണ്. ബിക്കോസ് ഞങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് അച്ചീവ്മെന്റ് കാണിക്കാൻ ഞങ്ങൾക്കൊരു റിയൽ ഹീറോ ഉണ്ട് എന്നതിൽ വി ആർ സോ എക്സൈറ്റഡ്. അദ്ദേഹം ടൈറ്റാൻ റാങ്ക് അച്ചീവർ ആണ്. 15 years പ്ലസ് ഡയറക്ട് സെല്ലിംഗ് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. ഇദ്ദേഹം മുമ്പ് ഫിലിം ഫീൽഡിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. സോ ഞാൻ ഇന്നാണ് അറിഞ്ഞത്. സോ അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി. ദെൻ ബെൻസിന്റെ M-class അച്ചീവ്മെന്റ് എടുത്ത വ്യക്തി കൂടിയാണ്. 2 crore പ്ലസ് ഒരു 3 year ആകുമ്പോഴേക്കും 2 crore ഇൻകം ഏൺ ചെയ്ത വ്യക്തി കൂടിയാണ് നമ്മുടെ സ്വന്തം സുജിത് സർ. സോ വി ആർ പ്രൗഡ് ഓഫ് യു സർ. സോ സാറിന് വേണ്ടി, നമ്മുടെ സുജിത് സാറിന് വേണ്ടി സ്പെഷ്യൽ ഹാപ്പി ന്യൂ ഇയർ ഞങ്ങൾ ആശംസിക്കുകയാണ്. സുജിത് സർ, പ്രൗഡ് ഓഫ് യു. ഓക്കെ, ഗ്രേറ്റ്. ഇനി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ മെഴ്സിഡസ് ബെൻസ് എടുക്കുക, അല്ലെങ്കിൽ ഓഡി എടുക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലക്ഷറി കാർ എടുക്കുക എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമല്ല ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ കേരള എന്ന് പറയുന്ന ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ്. സോ ഇങ്ങനെ ഒരു ലക്ഷറി കാർ അച്ചീവ്മെന്റ് എടുക്കാൻ ഓക്സിയിലൂടെ സാധിക്കും എന്നതിന് നമുക്ക് ഇന്ന് ഒരു ഉറപ്പ് കിട്ടി. ഒരാളെ കൊണ്ട് കഴിയുമെങ്കിൽ എല്ലാവരെ കൊണ്ടും കഴിയുമെന്നത് എവറസ്റ്റ് കീഴടക്കിയ എഡ്മണ്ട് ഹിലരി നമ്മുടെ മുന്നിൽ തെളിയിച്ചതാണെങ്കിൽ, ഒരു പ്രാവശ്യം സച്ചിൻ ടെണ്ടുൽക്കർ 200 അടിച്ച സമയത്ത് അതിന്റെ തൊട്ടു ദിവസം മുമ്പ് വരെ ലോകം പറഞ്ഞത് 200 എന്നുള്ളത് പോസിബിൾ അല്ല എന്നുള്ളത്. പക്ഷേ സച്ചിൻ അടിച്ച ശേഷം സേവാഗ് അടിച്ചു, അതിനുശേഷം രോഹിത് ശർമ്മ അടിച്ചു, പിന്നീട് ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. സോ ഒരാളെ കൊണ്ട് കഴിഞ്ഞാൽ എല്ലാരെ കൊണ്ടും കഴിയും സുഹൃത്തുക്കളെ. നമ്മുടെ മുന്നിൽ ഒരു സൂപ്പർ ഹീറോ ഉണ്ട്, നമുക്ക് ഓടാൻ. ആർ യു എക്സൈറ്റഡ്? ആർ യു ഹാപ്പി? ആർ യു ഹാപ്പി? ഹാപ്പി ആണെങ്കിൽ H എന്ന് മാത്രം ടൈപ്പ് ചെയ്യാം. H എന്നോ S എന്നോ ടൈപ്പ് ചെയ്യാം. സോ ഹാപ്പി. ഓക്കെ, ഗ്രേറ്റ്. സോ നെക്സ്റ്റ് ഒരൊറ്റ വീഡിയോ കൂടി ഞാൻ ഷോ ചെയ്യാണ്. നിങ്ങൾ എക്സൈറ്റഡ് ആയി എന്ന് അറിഞ്ഞു. ദെൻ
ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? ആരോ വോയിസ് ബ്രേക്ക് ആണെന്ന് മെസ്സേജ് അയച്ചു. എല്ലാവർക്കും ബ്രേക്ക് ഉണ്ടോ? ടോട്ടലി മെസ്സേജസ് ഓക്കെ ആണോ? വീഡിയോ ഓക്കെ ആണോ? യെസ് 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 യെസ്. എന്റെ ഒരു ലൈഫ് ജേണിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി. യെസ്, ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് ടൈപ്പ് ചെയ്യണേ. ക്ലിയർ ആണ്, ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ, വോയിസ് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ, ക്ലിയർ 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 ക്ലിയർ. യെസ്, ഓക്കെ, ക്ലിയർ. താങ്ക് യു. ആർക്കും ഇടയ്ക്ക് ഒരു നോ കാണുന്നുണ്ട്, അത് നിങ്ങളുടെ ഏരിയയുടെ പ്രശ്നമാണ്. അപ്പൊ ഇത്രയും ക്ലിയർ വരുന്നതുകൊണ്ടാണ്. ഓക്കെ, സെറ്റാണ് അല്ലേ? സെറ്റാണ്, ക്ലിയർ ആണ്. താങ്ക് യു വെരി മച്ച്. ക്ലിയർ. വീഡിയോ ബ്രേക്ക് ആയിരുന്നു. ആ വീഡിയോ, ഈ വീഡിയോസ് ഒക്കെ യൂട്യൂബിലുണ്ട്, ഒരുപാട് പേര് ഷെയർ ചെയ്ത വീഡിയോസ് ആണ്. ഓക്കെ, ദെൻ ഇനി ഒരു കാര്യം പറയാനുള്ളത്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി ഏവരുടെയും ലൈഫ് മാറ്റിമറിക്കും, പക്ഷേ ബി റെഡി ടു ട്രാൻസ്ഫോം. അതായത് ഇന്ന് നിൽക്കുന്ന നമ്മളിൽ നിന്ന് നമ്മൾ ഒരു റിച്ച് ആയ പേഴ്സൺ എന്ത് ചെയ്തോ, അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റ് എടുത്ത വ്യക്തികൾ എന്തൊക്കെ ചെയ്തോ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറായാൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ അവിടെ എത്തും. എവറസ്റ്റ് കീഴടക്കണമെങ്കിൽ വീട്ടിലിരുന്ന് നല്ല ഫുഡും അടിച്ച് കിടന്നുറങ്ങിയാൽ നടക്കൂല. എവറസ്റ്റ് കീഴടക്കണമെങ്കിൽ എവറസ്റ്റ് കീഴടക്കാൻ വേണ്ടി വർഷങ്ങളോളം അതിനു വേണ്ടി എഫേർട്ട് ഇടാൻ, എന്നും രാവിലെ എഴുന്നേക്കാൻ, ഓടാൻ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫിസിക്കിനെ ടോട്ടലി ട്രാൻസ്ഫോം ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? എവറസ്റ്റ് കീഴടക്കാൻ പറ്റൂ. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഒരിക്കലും എവറസ്റ്റ് ഒന്നുമല്ല ഈ ഒരു റിച്ച്നെസ് എന്ന് പറയുന്നത്. റിച്ച്നെസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിമ്പിൾ പ്രോസസ് ആണ്. പക്ഷേ അത് പഠിക്കാൻ തയ്യാറായാൽ മതി. ആർ യു റെഡി ടു ലേൺ? ആർ യു റെഡി ടു ലേൺ? ആർ യു റെഡി ടു ലേൺ? ലേൺ ചെയ്യാൻ റെഡി ആണെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. യെസ്, PMRU എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെ കുറിച്ച് പറയാൻ പോവാണ്. PMRU, പുവർ, മിഡിൽ, റിച്ച് ആൻഡ് അൾട്രാ റിച്ച്. ഇന്ന് നമ്മൾ എവിടെയാണോ കിടക്കുന്നത് അത് നമ്മൾ സ്വയം തിരിച്ചറിയാം. പുവർ, മിഡിൽ, റിച്ച് ഓർ അൾട്രാ റിച്ച്. പുവർ ആണെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ്, ഒരിക്കലും വ്യക്തികളെ ബേസ് ചെയ്തിട്ടല്ല. പുവർ എപ്പോഴും ചിന്തിക്കുന്നത് ഫോക്കസ് ഓൺ ഡെയിലി നീഡ്സ്. ഒരു ദിവസം നമുക്ക് എത്ര രൂപ ഉണ്ടാക്കാം, ഒരു ദിവസം, ഓരോ ദിവസവും നമുക്ക് കൂലിപ്പണി എടുത്ത് ജീവിക്കാം. ഇതാണ് പുവറിന്റെ. നോർമലി പുവറായ ആളുകളൊക്കെ ജീവിക്കുന്നത് ഓരോ ദിവസത്തെയും വേജ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പക്ഷെ മിഡിലേക്ക് പോകുന്ന സമയത്ത് അവർ മന്ത്ലി ആണ് ഫോക്കസ് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഒരു മിഡിൽ ക്ലാസ്, ഒരു ചെറിയ ഒരു കാർ ഉണ്ടാവാം, ഒരു ലക്ഷറി അല്ലെങ്കിൽ ഒരു കാർ ഉണ്ടാവും, ഒരു വീടുണ്ടാവാം, ഒരു ബൈക്ക് ഉണ്ടാവും, ഹാപ്പി ആയിട്ട് പോകുന്നുണ്ടാവും. പക്ഷെ എങ്കിലും അവർ റിച്ച്നെസ് ലൈഫ്, ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കോ ടൈം ഫ്രീഡത്തിലേക്കോ എത്തിപ്പെടാൻ പാടാണ്. കാരണം അവരുടെ ഓരോ ദിവസത്തെയും ഓരോ മാസത്തെയും എക്സ്പെൻസിനെ തരണം ചെയ്ത് അഡ്ജസ്റ്റ്മെന്റ് ലൈഫാണ് എപ്പോഴും മിഡിൽ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത്. മറ്റൊരാളോട് പോയി ചോദിക്കാനും പറ്റില്ല, പക്ഷെ എങ്കിലോ ജീവിക്കുകയും വേണം. ഇതാണ് കണ്ടീഷൻ. മറ്റുള്ളവരെ പോലെ കുറവ് കാണിക്കാണ്ട് ജീവിക്കുകയും വേണം. യെസ് ഓർ നോ? ഇതല്ലേ മിഡിൽ ക്ലാസ്. റിച്ച് ആണെങ്കിലോ അവരെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് മിനിമം 1 ഇയർ മുതൽ 5 ഇയർ വരെങ്കിലും അവരെന്ത് ചെയ്യും? അവരുടെ മുന്നിൽ കറക്റ്റ് ക്ലാരിറ്റി ഉണ്ടാവും, വിഷൻ ഉണ്ടാവും. സോ നമുക്ക് റിച്ച് ആവണമെങ്കിൽ നമ്മുടെ ക്ലാരിറ്റി മിനിമം 1 ഇയറിലേക്കെങ്കിലും നമുക്ക് എത്തിക്കാൻ പറ്റണം. നമ്മുടെ ലക്ഷ്യങ്ങൾ 1 ഇയറിലേക്കെങ്കിലും എത്തിക്കാൻ പറ്റണം. ഇനി അൾട്രാ റിച്ച് ആവണമെങ്കിൽ, റിച്ചിന്റെ അപ്പുറത്തേക്ക് ചാടിക്കിടക്കണമെങ്കിൽ, അതായത് ലക്ഷറിയുടെ എക്സ്ട്രീം ആയി കഴിഞ്ഞാൽ നമുക്കറിയാം, പ്രൈവറ്റ് ജെറ്റ്, സ്വന്തമായി ഷിപ്പ്, റോൾസ് റോയ്സ് കാറുകൾ, ഈ റേഞ്ചിൽ നമുക്ക് റിച്ച്നെസ് വരണമെങ്കിൽ, അൾട്രാ റിച്ച് ആവണമെങ്കിൽ വിദേശത്ത് നമുക്ക് ഒരുപാട് റിസോർട്ടുകൾ ഈ റേഞ്ചിലൊക്കെ സംഭവിപ്പിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ പല ലീഡേഴ്സും ഓൾറെഡി ഇത് അനുഭവിക്കുന്നവരാണ്. അൾട്രാ റിച്ച് അച്ചീവേഴ്സ് ഉണ്ട്. അതുപോലെ ആകണമെങ്കിൽ അവർ ചെയ്ത പോലെ ചെയ്യാം. ഇനി നമ്മൾ ഡെയിലി ഫോക്കസിലാണെങ്കിൽ എന്നും പോറായിരിക്കും. അല്ലെങ്കിൽ ഇന്നത്തെ ജീവിതം തന്നെയാണ് നമ്മൾ നാളത്തേക്കും ജീവിക്കാൻ പോകുന്നതെങ്കിൽ
ഇന്ന് കിട്ടുന്നതേ നാളെയും കിട്ടും. നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു ഡു ടുഡേ. ഇന്ന് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതായിരിക്കും നമ്മുടെ ഭാവിയെ നമ്മൾ തീരുമാനിക്കുന്നത്. സോ ഇന്നലകളിൽ നമ്മൾ എന്ത് ചെയ്തോ അതിന്റെ റിസൾട്ട് ആണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതെങ്കിൽ, ഇന്ന് നിൽക്കുന്ന നമ്മളെങ്കിൽ, ഇന്ന് നമ്മൾ ട്രാൻസ്ഫോം ആവാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അടുത്ത വർഷവും വലിയ അച്ചീവ്മെന്റോ വലിയ ട്രാൻസ്ഫോർമേഷനോ ഒരു ചേഞ്ചസും പ്രതീക്ഷിക്കരുത്. അത് പ്രതീക്ഷിക്കണമെങ്കിൽ ഇന്ന് ചെയ്ത് ഇന്ന് നിൽക്കുന്ന സ്പോട്ടിൽ നിന്നും, ഇന്ന് നിൽക്കുന്ന മൈൻഡ് സെറ്റിൽ നിന്നും, ഇന്ന് നിൽക്കുന്ന ആക്ഷനിൽ നിന്നും, ഇന്ന് നിൽക്കുന്ന ഹാബിറ്റിൽ നിന്നും നമ്മൾ മാറാൻ തയ്യാറാണോ? ആർ യു റെഡി ടു ട്രാൻസ്ഫോം? ആർ യു റെഡി? ഐ ആം റെഡി. തിയാഗ് തായ്ഗു സർ. ഓക്കെ, ഗ്രേറ്റ്. തിയാഗ്യു. ഓക്കെ, പേര് കറക്റ്റ് ആയിട്ട് കിട്ടില്ല. ഓക്കെ, ഒരുപാട് ലീഡേഴ്സ്. ഐ ആം റെഡി, ഐ ആം റെഡി. യെസ് 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 യെസ്, എല്ലാവരും റെഡിയാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം, കളി തുടങ്ങാം. കാരണം ഈ ഇൻഡസ്ട്രിയിൽ എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ 2007 മുതൽ 7 വന്നിട്ടുണ്ട്, ചെറുപ്രായത്തിൽ വന്നിട്ടുണ്ട്. അതായത് 18 തികയും മുമ്പ് ഈ ഇൻഡസ്ട്രിയിൽ വരാൻ ഭാഗ്യമുണ്ടായ ഒരു വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും ഇത്രയും വർഷങ്ങൾ കൊണ്ട് പഠിച്ച എക്സ്പീരിയൻസിൽ നിന്നും നമുക്ക് വന്നിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ലൈഫിനെ ഒരു 3 ഓടി കാറൊക്കെ എടുക്കാൻ പാകത്തിന് എൻ്റെ ലൈഫിനെ മാറ്റിയ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഇത് എൻ്റേത് മാത്രമല്ല, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ലീഡേഴ്സിനെ പഠിച്ചും വേൾഡില് സക്സസ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തികളെ കുറിച്ച് പഠിച്ചും നമ്മൾ സെറ്റ് ചെയ്ത വിഷനാണ്, അല്ലെങ്കിൽ ആ സെറ്റ് ചെയ്ത ട്രാൻസ്ഫോർമേഷൻ തിയറിയാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. ആർ യു റെഡി? ആരൊക്കെ മൊബൈൽ നമ്പർ ഒക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ടല്ലോ? ഓക്കെ, അവോയ്ഡ് ചെയ്യുക, മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുന്നതിന് അവോയ്ഡ് ചെയ്യുക. ഓക്കെ, നല്ല ആളുകൾ ഓക്കെ, ഗ്രേറ്റ്. ദെൻ നമുക്ക് റിച്ച് ആവണം, റിച്ച് ആവണം അല്ലെ? നമുക്ക് റിച്ച് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൗ ഇറ്റ്സ് ഹാപ്പൻ, എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് അറിയണം. എങ്ങനെ ഇത് സംഭവിച്ചു? ഫസ്റ്റ് ഓഫ് ഓൾ 100% എനിക്ക് പറയാൻ പറ്റും, ബിലീഫ് സിസ്റ്റമാണ്. ഒരു വ്യക്തിയുടെ ബിലീഫ് സിസ്റ്റമാണ് അദ്ദേഹത്തെ ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഇത് ആക്സെപ്റ്റ് ചെയ്യുന്ന എത്ര പേരുണ്ട്? ഒരു വ്യക്തിയുടെ ബിലീഫ് സിസ്റ്റം അദ്ദേഹത്തിന്റെ ഡെസ്റ്റിനേഷൻ തീരുമാനിക്കുമെന്ന് ആക്സെപ്റ്റ് ചെയ്യുന്ന, അത് സമ്മതിക്കുന്ന എത്ര പേരുണ്ട്? സമ്മതിക്കുന്ന ഒരുപാട് പേരുണ്ട്. യെസ്, ഓഫ് കോഴ്സ്. ബിലീഫ് സിസ്റ്റം എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർക്കിളും അവരുടെ ലൈഫിനെ മാറ്റിമറിക്കും. ബിലീഫ് സിസ്റ്റം മാറ്റിമറിക്കുന്ന പോലെ തന്നെ അവരവരുടെ സർക്കിളും മാറ്റിമറിക്കും. ഇത് പറയാൻ ഒരുപാടുണ്ട്, ബിലീഫ് സിസ്റ്റത്തെ പറ്റി പറയാൻ നമുക്ക് ഒരുപാട് സമയം വേണം. ഞാൻ ഓടിച്ചു പോവാണ്. സർക്കിൾ മാറുമ്പോ ലൈഫ് മാറും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആക്സെപ്റ്റ് ചെയ്യുമോ? സർക്കിൾ മാറിയാൽ, നമ്മുടെ ഫ്രണ്ട് സർക്കിൾ, ഇന്നത്തെ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ മാറിയാൽ, ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളുടെ സർക്കിൾ മാറിയാൽ മാറുമോ എന്ന ചോദ്യത്തിന് നിങ്ങളുടെ ഉത്തരം എന്താ? യെസ്, ഓഫ് കോഴ്സ്. എല്ലാവരും ഒരു പരിധി വരെ. ലിജിഷ മാം, ഗ്രേറ്റ്. അതായത് എന്താണ് നമ്മുടെ ഉള്ളിലുള്ളത് അത് പറയാം. ഗ്രേറ്റ് ലിജിഷ മാം, ഐ അപ്രീഷിയേറ്റ് യു. ഞാൻ എക്സാമ്പിൾ പറയാം. നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിൾ എടുക്കുക. നമ്മുടെ ഫ്രണ്ട് സർക്കിൾ എടുക്കുക, ഒരു 5 പേരെടുക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന, ഏറ്റവും കൂടുതൽ നമ്മൾ വാട്സപ്പ് ചാറ്റ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ വിളിക്കുന്ന, ഏറ്റവും കൂടുതൽ ഒഴിവു സമയങ്ങളിൽ കാണാൻ അല്ലെങ്കിൽ എന്നും കാണുന്ന വ്യക്തികളിലേക്ക് മൊത്തത്തിലൊന്ന് നമ്മുടെ മൈൻഡിനെ കൊണ്ടുപോവുക. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പേര് നമുക്ക് മൈൻഡിൽ കിട്ടും. ഈ വ്യക്തികളുടെ ആവറേജ് ഇൻകം ആയിരിക്കും നമ്മുടെ ഇൻകം. ഈ വ്യക്തികളുടെ ആവറേജ് തോട്ട് ആയിരിക്കും നമ്മുടെ തോട്ട്. ഈ വ്യക്തികളുടെ ആവറേജ് പ്രശ്നങ്ങൾ എന്നായിരിക്കും നമ്മുടെയും പ്രശ്നങ്ങൾ. യെസ് ഓർ നോ? ആം ഐ റൈറ്റ് ഓർ നോട്ട്? യെസ് ആണെങ്കിൽ യെസ് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നോ ആണെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്ത് എഴുതിയിട്ട്. എൻ്റെത് അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ സർക്കിൾ മാറാൻ തീരുമാനിച്ചു. സർക്കിൾ മാറിയപ്പോൾ ലൈഫ് മാറി. സർക്കിൾ മാറിയ ലൈഫ് മാറും. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി സംസാരിക്കുന്ന ഒരു സർക്കിളിന്റെ കൂടെയാണെങ്കിൽ 5 വ്യക്തികൾ അങ്ങനെ ഉണ്ടെങ്കിൽ 6ാമത്തെ വ്യക്തി നമ്മളാവും. ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റിയും അതേപോലെ ലക്ഷ്യങ്ങളെ പറ്റിയിട്ടും മേഴ്സേഴ്സിനെ പറ്റിയിട്ടും ഒക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ഓട്ടോമാറ്റിക്കലി എങ്ങനെയാണോ അങ്ങനെ നമ്മൾ മാറും. ഇതാണ് ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള
ലൈഫിൽ ഓരോ സക്സസ് ആയ ആളുകളിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ സ്വയം പഠിച്ചാൽ മനസ്സിലാവും. നമ്മളൊന്ന് പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി, മനസ്സിലാവും. ഇനി ആ വിഷയത്തെ പറ്റി കൂടുതലായിട്ട് പോകുന്നില്ല. ദെൻ മൂന്നാമത്തെ കാര്യം ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഗോൾ സെറ്റ് ചെയ്ത കാര്യത്തിന് വേണ്ടി സ്റ്റാർട്ട് ആക്ഷൻ ടു അച്ചീവ് ദാറ്റ്. പലരും ഗോൾ സെറ്റ് ചെയ്യാറുണ്ട്. 2025 വരികയാണ്. ഈ 2025 ജാനുവരി മാസത്തിൽ 1-ാം തീയതി, നാളത്തെ ദിവസം എത്ര പേര് ജിമ്മിൽ പോവാൻ സാധ്യതയുണ്ട്? ജിമ്മിൽ പോവാൻ സാധ്യതയുണ്ട്. ജിമ്മിൽ പോവാൻ തയ്യാറായി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ആയിന്ന് ടൈപ്പ് ചെയ്യാം ജിമ്മില്. കാരണം എൻ്റെ കുടുംബക്കാരനുണ്ട്, ജിമ്മ് മാസ്റ്ററാ, അൻഷാദ് എന്നാണ് പേര്. എൻ്റെ ഫ്രണ്ടും ഉണ്ട്, എൻ്റെ കട്ട സുഹൃത്തുണ്ട് സനൂഷ്. അദ്ദേഹം ജിമ്മ് മാസ്റ്ററാണ്, എൻ്റെ കൂടെ കളിച്ചു വളർന്നവരാണ്. പക്ഷെ രണ്ടുപേരും ഇവരെപ്പോഴും പറയുന്ന തമാശ രൂപേണ പറയുന്ന ഒരു കാര്യമുണ്ട്. ജനുവരി ആവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാറാണ്. അത് എന്തിനാന്ന് വെച്ചപ്പോൾ പറഞ്ഞത്, ജനുവരി മാസത്തിൽ എല്ലാ ആൾക്കാരും വന്നിട്ട് എന്ത് ചെയ്യും? ജിമ്മിൽ ജോയിൻ ചെയ്യും. ആ ജോയിൻ ചെയ്യുന്ന സമയത്ത് 500 രൂപയോ 1000 രൂപയൊക്കെ അഡ്വാൻസ് ആയിട്ട് കിട്ടും. ഈ അഡ്വാൻസ് ആയി കിട്ടുന്നത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം അവർ 3 മാസമെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് വരണം. ഒരാഴ്ച പോലും വരില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു വർഷത്തില് എത്ര നഷ്ടമാണോ ഉള്ളത്, അല്ലെങ്കിൽ എത്ര കടത്തിലാണോ കിടക്കുന്നത്, ആ ജനുവരി മാസം ആ 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി ഫസ്റ്റത്തെ ഒരാഴ്ച ആകുമ്പോഴത്തേന് അത്യാവശ്യം പൈസ പോരും. ഇത് അനുഭവിച്ച എത്ര പേരുണ്ട്? ജനുവരി മാസത്തിൽ നാളെ രാവിലെ ഞാൻ എന്തായാലും ഇറങ്ങി ഓടാൻ തീരുമാനിച്ചു. നാളെ മുതൽ ഞാൻ 10 പുഷപ്പ് എങ്കിലും അടിക്കും. നാളെ മുതൽ 10 പുഷപ്പ് എങ്കിലും ഞാൻ അടിക്കും. അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യും. നാളെ മുതൽ ഞാൻ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് വേണം. നാളെ മുതൽ ഞാൻ ബുക്ക് ഞാൻ റീഡ് ചെയ്യും. നാളെ മുതൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങും. നാളെ മുതൽ ഞാൻ ട്രെയിനിങ് ചെയ്യാൻ തീരുമാനിക്കും. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ആ വിഷയത്തിൽ ഞാൻ പോവാം. എനിവേ, ഇന്നലെ വരെ ചെയ്തത് വിട്ടേക്ക്, ഇന്ന് തീരുമാനിക്കാം. കാരണം മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. അല്ലാത്തവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല. എന്നും ദിവാസ്വപ്നം കാണാം, ഇന്ന് കിടന്നുറങ്ങാം, നാളെ രാവിലെ എഴുന്നേക്കാം, നോർമലി നടക്കുന്ന പോലെ നടന്നുകൊണ്ടിരിക്കും, വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ദെൻ നാലാമത്തെ കാര്യം, എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മാറ്റം സംഭവിച്ചിട്ടുള്ളത് മെഡിറ്റേറ്റ്, അഫർമേഷൻ, വിഷ്വലൈസേഷൻ ആണ്. ഇതൊക്കെ ഡീപ്പ് സെഷൻ ആണ്, ഞാൻ ഇതിലേക്ക് പോകുന്നില്ല. ദെൻ നമ്മുടെ ഈ ഒരു ബിലീഫ് സിസ്റ്റം രൂപപ്പെട്ട ഒരു കാര്യം സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു പോവാണ്. നമ്മുടെ കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡിലൂടെ നമുക്കറിയാം, കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് ദെൻ ന്യൂറൽ പാത്ത് വേ. ഇത് ഡീപ്പ് സെഷൻ ആട്ടോ, ഞാൻ ഇതിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ, പഞ്ചേന്ദ്രിയങ്ങൾ, കൈ കാല് കണ്ണ് മൂക്ക് നമ്മുടെ ചെവി, ഓക്കെ, ഇങ്ങനെ രുചി, ത്വക്ക്, ഇതിലൂടെ എന്ത് ചെയ്യും? അതായത് ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഓരോന്ന് ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് ഓരോന്ന് ചെയ്ത് നമ്മൾ അത് കയറ്റും. ഡ്രൈവിംഗ് പോലെ ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഇങ്ങനെ 10-10 ഇങ്ങനെ പിടിച്ചൊരു ഇരുത്തുണ്ട്. ടീച്ചർ പറയും 10-10 പിടിക്കുന്ന പറയും. ക്ലച്ച് ചവിട്ട് എന്ന് പറയും, അപ്പൊ ക്ലച്ചുമൊക്കെ ഒരു നോട്ടാം. അടുത്തത് ഗിയർ മാറ്റി എന്ന് പറയുമ്പോൾ ഗിയറുമൊക്കെ ഒരു നോട്ടാം. ഗിയർ 1 എങ്ങോട്ടോ 2 എങ്ങോട്ടൊക്കെ കറക്റ്റ് പഠിച്ച് 1-2 ദിവസം കഴിയുമ്പോഴേക്കും കുറെ വട്ടം ഓഫായി നല്ല കോൺഷ്യസ് ആയിട്ട് ഒക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ 1 വർഷം 2 വർഷം കഴിഞ്ഞാൽ ഇത് കോൺഷ്യസ് ആയിട്ടല്ല ചെയ്യുക, സബ് കോൺഷ്യസ്ലി ആണ് ചെയ്യുക. അതാണ് ഇന്ന് ഡ്രൈവേഴ്സ് ആയിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഇന്ന് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്. നമ്മൾ അറിയുന്നുണ്ടാവില്ല, വണ്ടി കയറുന്നു, ചാവി ഓണാക്കുന്നു, ഓട്ടോമാറ്റിക്കലി എല്ലാം നടക്കുന്നു. യെസ് ഓർ നോ? യെസ് ആണെങ്കിൽ യെസ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, കറക്റ്റാ. ഇനി രണ്ടാമത്തത് ലേഡീസിലേക്ക് വരാം. നമ്മൾ ആദ്യമായിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയത് കോൺഷ്യസ് ആയിട്ടാ. കോൺഷ്യസ് ആയിട്ട് ഉണ്ടാക്കിയിരുന്ന സമയത്ത് ചപ്പാത്തി ചിലപ്പോൾ ഇന്ത്യന്റെ ഭൂപടായിട്ടുണ്ടാവും, ചിലപ്പോൾ കേരള ആയിട്ടുണ്ടാവും, ചിലപ്പോൾ തമിഴ്നാടായിട്ടുണ്ടാവും, ഏതെങ്കിലുമൊക്കെ സംസ്ഥാനങ്ങൾ രാജ്യമൊക്കെ ആയിട്ട് പോയിട്ടുണ്ടാവും, ചിലപ്പോൾ ചൈന ഒക്കെ ആയിട്ടുണ്ടാവും. പക്ഷേ പിന്നീട് ഇന്ന് കോൺഷ്യസ് ആയിട്ടല്ല, സബ് കോൺഷ്യസ് ആയിട്ടാണ് ചെയ്യുന്നത്. അതിന്റെ റിസൾട്ട് ആണ് ഇന്ന് നമ്മൾ കണ്ണും പൂട്ടി അത് അങ്ങോട്ട് ഉരുട്ടിയാലും ശരി കറക്റ്റ് റൗണ്ട് ആയിട്ട് വരും. ഇതാണ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ. ഇത് ന്യൂറൽ പാത്ത് വേയിട്ട് മാറും. ക്ലിയർ? അതായത് നമ്മുടെ ന്യൂറൽ പാത്ത്, ഇത് ഡീപ്പ് സെഷനാണ്, ഇതിലേക്ക് ഞാൻ പോകുന്നില്ല, നമുക്ക് പിന്നീട് വരാം. ദെൻ ഗോളിലേക്ക് വരാം. നമ്മുടെ 2025 വരെയാണ്. ഗോൾസ് ഫോർ 2025. എല്ലാവരുടെ കയ്യിലും ബുക്കും പെന്നും പേപ്പറൊക്കെ ഉണ്ടോ? ഓൾറെഡി ഗ്രൂപ്പുകളിലൊക്കെ അറിയിച്ചിരുന്നു. ഒരു ബിസിനസ് നമ്മൾ പഠിക്കുകയാണ്. ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ലക്ഷറി ഒക്കെ സ്വപ്നം കാണുന്നുണ്ട്.
ഞാൻ ഗ്യാരണ്ടി തരാം, ഞാനൊരു ഗ്യാരണ്ടി തരാം. നമ്മുടെ സാർ എപ്പോഴും പറയാറ്, നമ്മുടെ ഫൗണ്ടർ എപ്പോഴും പറയാറുണ്ട്, ബിലൗഡ് ഫൗണ്ടർ ഡോക്ടർ അബ്ദുൽ അർഷദ് സാർ എപ്പോഴും പറയാറുള്ള ഒരു ടോക്ക് ഉണ്ട്. 2035 വേൾഡിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആയിരിക്കും ഓക്സിനോ ഇന്റർനാഷണൽ എന്ന്. ഇത് പറയുമ്പോൾ പലരും പുച്ഛിച്ചിട്ടുണ്ട്. ഞാനൊരു ഗ്യാരണ്ടി തരാം, 2035 പോകണ്ട, 2030 ഡിസംബർ 31 ആകുമ്പോഴേക്കും, ഒരു ന്യൂ ഇയറിന്റെ തലേന്ന് നമ്മൾ ഉറപ്പായിട്ടും 100% ഗ്യാരണ്ടിയോട് കൂടി പറയും, ഇന്ന് ഞങ്ങളുടെ കമ്പനിയാണ് വേൾഡിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് പറഞ്ഞിരിക്കും. ഒരു 5 ഇയർ വെയിറ്റ് ചെയ്താൽ മതി. ആ ഒരു സമയം എത്തുമ്പോഴേക്കും ഞാൻ മറ്റൊരു ഗ്യാരണ്ടി കൂടി തരാം. മറ്റൊരു ഗ്യാരണ്ടിയാണ് തരുന്നത്. കാരണം ബിലീവ് സിസ്റ്റം സ്ട്രോങ് ആണെങ്കിൽ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. ബിലീവ് സിസ്റ്റം സ്ട്രോങ് അല്ലെങ്കിൽ ലൈഫിൽ ഒരു ഗ്യാരണ്ടി പോലും കൊടുക്കാൻ പറ്റൂല. ആ ഗ്യാരണ്ടി ഇത്രേ ഉള്ളൂ. 2030 ആകുന്ന സമയത്ത് ഡിസംബർ 31 ഇതേപോലെ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ, അന്ന് വേൾഡിലെ ടോപ്പ് അച്ചീവേഴ്സിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കുക. ആ ടോപ്പ് അച്ചീവേഴ്സിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ മിനിമം ഓക്സിയിൽ നിന്നും 50 പേരെങ്കിലും കോടീശ്വരന്മാരായിട്ട് ആ ലിസ്റ്റിൽ ആദ്യത്തെ ഇന്ത്യക്കാരായിട്ട് കയറി പറ്റിയിട്ടുണ്ടാവും. ഇതൊരു ചലഞ്ചാ. ഇത് ഓക്സിയുടെ ലീഡേഴ്സ് എടുക്കുന്ന സൂപ്പർ ചലഞ്ചാ. ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും കേരളത്തിലെ മറ്റുള്ള കമ്പനികളല്ല, അല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്പനികളായിട്ടല്ല. നമ്മുടെ ചലഞ്ച് വേൾഡിലെ ഫസ്റ്റ് ക്ലാസ് കമ്പനികളുമായിട്ടാണ് നമുക്ക് ചലഞ്ച് ചെയ്യേണ്ടത്. ആര് റെഡി? ഞങ്ങൾ റെഡിയാ. നിങ്ങൾ റെഡി ആണെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്യാം, ഐ ആം റെഡി, ഐ ആം റെഡി, ഐ ആം റെഡി, ഐ ആം റെഡി ടൈപ്പ് ചെയ്യാം. വി ആർ റെഡി. നമ്മൾ ഇങ്ങനെയാണ് അടിക്കാൻ പോകുന്നത്. ഇത് ഓക്സിയുടെ 2.0 ആണ്. 2025 മുതൽ നമ്മൾ കാണാൻ പോകുന്നത് ചെറിയ കളിയല്ല. ഇനി വലിയ കളികൾ മാത്രമേ ഓക്സിയിലുള്ളൂ. അത് ഇനി വേൾഡ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ചരിത്രം മാറ്റിക്കുറിക്കാൻ വേണ്ടിയുള്ള കളിയാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ആർ യു റെഡി? യെസ്, ഗെറ്റ് റെഡി. സോ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, എൻ്റെ ഓക്സി ഫാമിലി മെമ്പേഴ്സിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങളുടെ കയ്യിൽ ബുക്കും പെന്നും പേപ്പറും ഉണ്ടെങ്കിൽ ഇതൊന്നും ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്വന്തമായി ഒരു ഡയറി, അതുപോലെ 2 3 ബുക്സ്, സ്വന്തമായ ഒരു ഡ്രീം ബുക്ക്, സ്വന്തമായ ഒരു വിഷൻ ബോർഡ്, ഇതൊക്കെ വേണം. ഓക്കെ, അത് മറ്റൊരു ദിവസത്തിൽ നമുക്ക് ട്രെയിൻ ചെയ്യാം. ഇതിനൊക്കെ ടൈം വേണം. ഓക്കെ, ഞാൻ ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ, 2023 ബെറ്റർ ആയിരുന്നോ 2024? 2023 ബെറ്റർ ആയിരുന്നു 2024? യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ എന്നും ടൈപ്പ് ചെയ്യാം. നോയും ഉണ്ട്, എസും ഉണ്ട്, മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത്. നോയും ഉണ്ട്, എസും ഉണ്ട്, മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത്. ഞാൻ വീണ്ടും ഒരു ചോദ്യം ചോദിക്കുകയാണ്. 2025 അങ്ങനെ ആയാൽ മതിയോ? മാറ്റണ്ടേ? ഹലോ. ജസ്റ്റ് മിനിറ്റ്, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന്റെ നെറ്റ്വർക്ക് ഒന്ന് ഇഷ്യൂ ചെയ്താണ്. ജസ്റ്റ് മിനിറ്റ്.
സർ ഒന്ന് കോസ്റ്റ് ആക്കാം. ഷബീബ് ഷാ യൂണിവേഴ്സ്. സാറേ ഷബീബ് ഷാ യൂണിവേഴ്സ് ഒന്ന് കോസ്റ്റ് ആക്കുക. ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. Yes, yes, yes. സോറി, എൻ്റെ ഇടയ്ക്കൊന്ന് സ്പീക്കറിന് എന്നെ കോസ്റ്റ് ആക്കിയിട്ടില്ല. സ്ക്രീൻ ഷെയർ ചെയ്യണമെങ്കിൽ കോസ്റ്റ് ആക്കണം. സുജിത് ബ്രോ ആണ് ഹോസ്റ്റ് തോന്നുന്നു. ഇതൊരാള് UBT ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ. Yes. Username, please. Hello. Sir, ID. ഷബീബ് ഷാ യൂണിവേഴ്സ് ആൻഡ് റൈസ്. ഇല്ല, DD ആണ് കോ-ഹോസ്റ്റ്. DD ഫസ്റ്റ് തന്നെ കിടപ്പുണ്ട്, ഷബീബ് ഷാ യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട്. Yes, okay. താങ്ക് യു. ഐ എം സോറി. നേരെ സ്ക്രീൻ ഷെയറിംഗിലേക്ക് തന്നെ വരാം. ഇപ്പോ സ്ക്രീൻ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഐ തിങ്ക് ഇറ്റ് ഓക്കെ. പെർഫെക്റ്റ്. ഗ്രേറ്റ്. നമ്മുടെ ഗോളിലേക്ക് തിരിച്ചു വരാം. ഗോൾസ് ഫോർ 2025. നമ്മൾ വാട്ട് ഈസ് യുവർ ഡ്രീം ഇൻകം ഇൻ 2025 എന്ന് ചോദിച്ചാൽ അവനവന്റെ ബുക്കും പെന്നും പേപ്പർ ഉണ്ടെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ സ്പീഡായിട്ട് പോവാം. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അവനവന്റെ ഡ്രീം ഇൻകം എത്രയാണെന്ന് നോട്ട് ചെയ്യുക. അതെന്ത് ചെയ്യുക, സ്റ്റിക്ക് ചെയ്യുക എന്നും കാണുന്നിടത്ത്. ദെൻ 1 ഇയർ ഗോൾ. 1 ഇയറിൽ ടോട്ടൽ എത്ര ഇൻകം ഏൺ ചെയ്യും. അതായത് കഴിഞ്ഞ മാസം നമ്മൾ എത്ര ഇൻകം ആണോ വാങ്ങിയത് അതിനൊരിക്കലും കമ്പയർ ചെയ്തിട്ട് ആവരുത് നമ്മുടെ അടുത്ത വർഷത്തെ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പൊ അടുത്ത വർഷത്തെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഡ്രീം ഇൻകം ഇന്ന് നമ്മൾ ചെയ്യുന്നതിന് 10 ടൈംസ് എഫേർട്ട് ഇടാൻ ഞാൻ തയ്യാറാണ് എങ്കിൽ ഡെഫിനറ്റ്ലി ഇന്ന് കിട്ടുന്നതിന്റെ 20 ടൈംസോ 30 ടൈംസോ ഇൻകം എടുക്കാൻ പറ്റും നമുക്ക്. സോ വാട്ട് ഈസ് യുവർ ഡ്രീം ഇൻകം? നിങ്ങളുടെ ഒരു മാസത്തെ മന്ത്ലി ടോപ്പ് ഇൻകം എത്രയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് 2025? അത് എപ്പോഴും ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അച്ചീവബിൾ ആകും എന്ന് നമ്മുടെ മൈൻഡ് പറയണം. ദാറ്റ് ഈസ് ബിലീഫ് സിസ്റ്റം പറയണം. ഇന്ന് നമുക്ക് ഒരു സൈക്കിൾ എടുക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ മൈൻഡ് കൊണ്ട് പോസിബിൾ ആവും. കാരണം നമുക്ക് കിട്ടുന്ന ഒരു 10,000 രൂപ എക്സ്ട്രാ മാറ്റി വെച്ചാൽ ബൈക്ക് എടുക്കാം. നമുക്ക് സൈക്കിൾ എടുക്കാം. അതേസമയം ബൈക്ക് എടുക്കാനാണെങ്കിൽ 1 ലക്ഷം രൂപ മാറ്റി വെച്ചാൽ മതി. കാർ എടുക്കാനാണെങ്കിൽ 10 ലക്ഷം രൂപ മാറ്റി വെക്കാൻ പറ്റണം. ലക്ഷറി കാർ ആണെങ്കിൽ അത് 1 കോടിയിലേക്ക് എത്തി. ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ബിലീഫ് സിസ്റ്റം ആണ്. ഈ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ സൈക്കിൾ എടുക്കാൻ പറ്റുന്ന ലാഘവത്തോടു കൂടി ഒരു പ്രീമിയം കാർ എടുക്കാം എന്നുള്ള വിശ്വാസം എന്ന് വരുന്നോ അന്ന് മുതൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓട്ടോമാറ്റിക് നമ്മുടെ ബിലീഫ് സിസ്റ്റം ചേഞ്ച് ആയി, നമ്മുടെ പാറ്റേൺ ചേഞ്ച് ആയി, ന്യൂറൽ പാത്വേ ചേഞ്ച് ആയി. ഇങ്ങനെ ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് അക്സെപ്റ്റ് ചെയ്യാൻ, അത് റിസീവ് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. സോ വാട്ട് ഈസ് യുവർ ഡ്രീം ഇൻകം എന്ന് എഴുതി വെക്കുക. 1 ഇയറിൽ ടോട്ടൽ എത്ര ഇൻകം വേണമെന്നൊരു ക്ലാരിറ്റി വെക്കുക. കാരണം ഗോൾ എന്ന് പറയുമ്പോൾ അത് സ്മാർട്ട് ആയിരിക്കണം, ഒരു സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം. അതായത് അതിന് പക്ക ക്ലാരിറ്റി വേണം, അതിന് അളക്കാൻ പറ്റണം, അത് അച്ചീവബിൾ ആയിരിക്കണം. അത് കിട്ടുമോ ഇല്ലെന്നുള്ള ഉറപ്പ് പാടില്ല. അത് അച്ചീവബിൾ കിട്ടണം എന്ന് ഉറപ്പുള്ള സാധനമായിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം, അത് പിടിച്ചാൽ കിട്ടുന്നിടത്ത് എത്തണം, റെലവെന്റ് ആയിരിക്കണം, ആൻഡ് ടൈം ബോണ്ട് ആയിരിക്കണം, സമയബന്ധിതമായിരിക്കണം. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഓരോ ലീഡേഴ്സിന്റെയും ട്രെയിനിങ് നമുക്ക് കിട്ടും. ദെൻ വാട്ട് യു വാണ്ട് ടു ബൈ ഇൻ 2025 നിങ്ങൾ എഴുതി വെക്കുക. ഒരു 10 ഗോൾസ് എങ്കിലും എഴുതി വെക്കുക. 2025 എനിക്കൊരു 10 ഗോൾ, ഒരു അച്ചീവബിൾ ആയിട്ടുള്ള ഒരു 10 ഗോൾ എഴുതി വെക്കുക. ഇനി 10 അല്ല 100 എഴുതി വെക്കാൻ പറ്റിയ ദാറ്റ് ഈസ് ബെസ്റ്റ്.
1000 എഴുതി വെക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എഴുതി വെക്കുക. എല്ലാം ചെറുതൊരു പെന്ന് വാങ്ങുന്നതാണെങ്കിൽ പോലും എഴുതി വെക്കുക. ഇത് നല്ലൊരു ഹാബിറ്റ് ആയിട്ട് മാറും. നമ്മളൊരു പെന്ന് വാങ്ങാൻ തീരുമാനിച്ചു, 5 രൂപയുടെ പെൻ അല്ലെങ്കിൽ 10 രൂപയുടെ പെൻ, ഇനി വേണ്ട പാർക്കർ പെൻ, ഒരു 350 500 രൂപക്ക് ഒരു പാർക്കർ പെൻ. ഈ പെന്ന് വാങ്ങാൻ നമ്മൾ ഗോൾ സെറ്റ് ചെയ്തു, അത് അച്ചീവ് ചെയ്തു. നമ്മുടെ മൈൻഡ് പറയും യു ക്യാൻ, ഇനി വലുത് സെറ്റ് ചെയ്തോ, നിനക്ക് എടുക്കാൻ പറ്റും. അടുത്തത് നമ്മൾ സെറ്റ് ചെയ്തു, അടിച്ചു. ഒരു ബിരിയാണി വാങ്ങാൻ അല്ലെങ്കിൽ കുഴിമന്തി വാങ്ങാനാണ് തീരുമാനിച്ചത്, അതൊരു ഗോളായി സെറ്റ് ചെയ്തു, അത് വാങ്ങി. ബ്രെയിനിൽ ഒരു പാറ്റേൺ ക്രിയേറ്റ് ആവും, ഇവൻ എന്ത് സെറ്റ് ചെയ്താലും അല്ലെങ്കിൽ ഇവൾ എന്ത് സെറ്റ് ചെയ്താലും അത് അടിക്കുന്നുള്ളത്. ഈ ഒരു പാറ്റേൺ നാളെ നമ്മൾ റോൾസ് റോയ്സ് സെറ്റ് ചെയ്താലും അടിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കും. സോ വിച്ച് ഈസ് യുവർ ഡ്രീം കാർ? നിങ്ങളുടെ ഡ്രീം കാർ ഏതാണ് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. ചിലപ്പോൾ നമ്മുടെ സുജിത് സാറെ പോലെ ചിലപ്പോൾ മെഴ്സിഡസ് ബെൻസ് ആവാം, നമ്മളെ പോലെ ഓഡി ആവാം, അല്ലെങ്കിൽ BMW ആവാം. നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് നമ്മൾ എഴുതി വെക്കുക. ഓക്കെ, വാട്ട് ആർ ദ 10 ന്യൂ ഹാബിറ്റ്സ്? ഇതാണ് നമുക്ക് ഇന്ന് പറയാനുള്ള മെയിൻ ഒരു ക്വസ്റ്റ്യൻ. നിങ്ങളുടെ 10 ഹാബിറ്റ്സ്, 10 ഹാബിറ്റ്സ് ഏതൊക്കെയാണ് പുതുതായിട്ട് തുടങ്ങാൻ പോകുന്നത്? ചിലപ്പോൾ എക്സസൈസ് ആവാം, റീഡ് ബുക്ക് ആവാം, അല്ലെങ്കിൽ വീഡിയോ ക്രിയേഷൻ ആവാം, നമ്മൾ പങ്ക്ച്വാലിറ്റി കൊണ്ടുവരുന്നതാവാം, ലേസിനെസ് ഒഴിവാക്കുന്നതാവാം, എന്തോ ആവാം. പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 10 പുതിയ ഹാബിറ്റ്സ് എഴുതി വെക്കുക. നമ്മുടെ ഒബ്സ്റ്റക്കിൾസ് എന്തൊക്കെയാണ്, അതായത് നമ്മുടെ തടസ്സങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ അച്ചീവ്മെന്റിലേക്ക് നമ്മളെ തടസ്സപ്പെടുത്തുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി വെക്കുക. അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇത് ആർക്കാണ് തീർക്കാൻ പറ്റുക? ഓൾറെഡി അച്ചീവർ ആയിട്ടുള്ള ആളുകളോട് ചോദിക്കുക, തോറ്റവരോട് പോയി ചോദിക്കരുത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ എപ്പോഴും തോറ്റവരോട് പോയി ചോദിക്കുമ്പോൾ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ജീവിതത്തിൽ ഇപ്പോൾ SSLC 8 നില പൊട്ടി ഒരുത്തനോട് പോയിട്ട് SSLC എങ്ങനെ ഉണ്ടാവും എക്സാം ചോദിച്ചു കഴിഞ്ഞാൽ 11 പറയാ, പൊന്നു മോനെ ആ വഴിക്ക് പോണ്ട, ഞാനൊക്കെ ആ സമയത്ത് ചൂണ്ടിടാൻ പോയതേ ഇല്ലെന്ന് പറയും, പറഞ്ഞ ആളുകളുണ്ട്. പക്ഷെ അതേസമയം ഫുൾ A+ഓട് കൂടി മാർക്ക് വാങ്ങിയ വ്യക്തിയോട് പോയി ചോദിച്ചാൽ സൂപ്പർ ആട്ടോ, ധൈര്യമായിട്ട് പോയി എഴുതിക്കുമെന്ന് പറയും. ഇത് രണ്ടും പെർസ്പെക്റ്റീവിന്റെ മാറ്റം, അതിലേക്ക് ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല. അപ്പൊ നമ്മുടെ ഒബ്സ്റ്റക്കിൾസ് എന്തൊക്കെയാണോ ആ ഒബ്സ്റ്റക്കിൾസ് എഴുതി വെക്കുക, അത് ക്ലിയർ ചെയ്യുക. ചിലപ്പോൾ ലേസിനെസ് ആവാം, മടി ആവാം, ഓക്കെ, ചിലപ്പോൾ പ്രൊക്കാസിനേഷൻ ആവാം, അത് നീട്ടി വെക്കുന്ന സ്വഭാവം ആവാം. ഇങ്ങനെ എന്താണോ, അല്ലെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യാത്തതാവാം, കൺസിസ്റ്റൻസി സ്ഥിരമായിട്ട് പ്രവർത്തിക്കാത്തതാവാം, കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തൊക്കെയാണോ അത് ഡീപ്പ് സെഷനിൽ നമുക്ക് എടുക്കാം. അങ്ങനെ ഒരു പുതിയ ഹാബിറ്റ്സ്, 10 ഹാബിറ്റ്സ് നമ്മൾ എഴുതുക. ദെൻ എന്തായിരിക്കും നമ്മുടെ ഓക്സിയിലെ റാങ്ക് 2025 ജാനുവരി മുതൽ ഡിസംബർ 31 ആകുമ്പോഴേക്കും നമ്മുടെ റാങ്ക് ഏതായിരിക്കും എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. ആർ യു റെഡി? ഇന്നത്തെ ഹാബിറ്റ്സ് വെച്ച് അതൊരിക്കലും അച്ചീവബിൾ അല്ല എങ്കിൽ ഹാബിറ്റ് ചേഞ്ച് ആക്കാം. എന്നും രാവിലെ നേരത്തെ എഴുന്നേൽക്കാനും, ട്രെയിനിങ്സുകൾ അറ്റൻഡ് ചെയ്യാനും, മീറ്റിംഗ്സുകൾ അറ്റൻഡ് ചെയ്യാനും, മിനിമം ഒരു 5 പേരോടെങ്കിലും പ്ലാൻ പറയാനും ഒക്കെ ഇന്ന് തീരുമാനിക്കുക. എന്നും രാവിലെ എക്സസൈസ് ചെയ്ത് നല്ല ഹെൽത്തി ആയിരിക്കും, എന്നും നമ്മുടെ കമ്പനിയുടെ വെൽനെസ് പ്രോഡക്ട്സ് യൂസ് ചെയ്ത് ഞാൻ ഹെൽത്തി ആയിരിക്കും, ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. 2025 ഓരോ ദിവസങ്ങളെയും സെറ്റ് ചെയ്യുക. എപ്പോഴും ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 5 ഇയറിലേക്ക് സെറ്റ് ചെയ്താലും അതിനുശേഷം 3 ഇയറിലേക്ക് ആക്കണം, അതിനെ 1 ഇയറിലേക്ക് ആക്കണം, 6 മന്തിലേക്ക് ആക്കണം, 90 ഡേയ്സിലേക്ക് ആക്കണം, അത് പിന്നീട് 1 മന്തിലേക്ക് ആക്കണം, പിന്നീട് അത് വീക്കിലിയിലേക്കും ഡെയിലി ഗോൾ ആക്കിയിട്ട് മാറ്റിയാൽ മാത്രമേ ആ 5 ഇയറിന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റൂ. 5 ഇയറിന്റെ ഗോളും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വീട്ടിലിരുന്ന് ഉറങ്ങിയ പണി നടക്കൂല. ഇറങ്ങി പണിയെടുക്കാൻ തയ്യാറാണ്. ആർ യു റെഡി? ഇസ് ദിസ് പോസിബിൾ ഇൻ കറന്റ് ഹാബിറ്റ്സ്? പക്ഷെ നമ്മൾ മാറാൻ തയ്യാറായാൽ മതി. ഇത് ഒരാളും വന്നിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകില്ല. മോട്ടിവേഷൻ എന്ന് പറയുന്നത് എപ്പോഴും പുറത്തുനിന്ന് കിട്ടുന്ന മോട്ടിവേഷൻ എപ്പോഴും കുറച്ച് സമയം കിട്ടും. അതേസമയം ഇന്നർ മോട്ടിവേഷൻ എന്നത് ലൈഫില് 100% അദ്ദേഹം സക്സസ് ആയിരിക്കും എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഇന്നർ മോട്ടിവേഷൻ ആണ്. ആർ യു റെഡി? ഇന്നർലി മോട്ടിവേറ്റഡ് ആവാൻ റെഡിയാണോ? ഇങ്ങനെ കത്തിക്കാൻ പറ്റുന്നവർക്ക് ഈ ബിസിനസ്സിൽ വലിയ അച്ചീവ്മെന്റ്സ് നേടാൻ കഴിയൂ സുഹൃത്തുക്കളെ. ഇങ്ങനെ കത്തിക്കാൻ, അതായത് അവനവന്റെ ഉള്ളിൽ കത്തിക്കാൻ. പുറത്തുനിന്ന് കിട്ടുന്ന തള്ളിന് പരിധിയുണ്ട്. സെൽഫ് സ്റ്റാർട്ട് എടുക്കുന്ന ലീഡേഴ്സ് ആയിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. സെൽഫായിട്ട് പ്രസന്റ് ചെയ്യാനും സെൽഫായിട്ട് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാനും കപ്പാസിറ്റി ഉള്ളവരും, ലീഡർഷിപ്പ് 4 ആൾ വരുമ്പോൾ അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാനുള്ള ധൈര്യവും തൻ്റെടവും അതിനുള്ള സ്കില്ലും അക്വയർ ചെയ്യാനുള്ള മെന്റാലിറ്റി ഉള്ള ലീഡേഴ്സ് ആയിട്ട് നമ്മൾ ഓരോരുത്തരും മാറിയാൽ മതി. ടോട്ടലി നമ്മൾ ട്രാൻസ്ഫോം ആവും. ആർ യു റെഡി ടു ട്രാൻസ്ഫോം? ആർ യു റെഡി? Then how to achieve?
ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എങ്ങനെ എടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ലിസ്റ്റ് തയ്യാറാക്കുക. ആ ലിസ്റ്റുകൾ ഓരോന്നും അച്ചീവ് ചെയ്ത് ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുക. ആ പാറ്റേൺ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫിൽ പെട്ടെന്ന് അട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കും. ബിലീവ് യു ആർ അച്ചീവർ. നമ്മൾ ബിലീവ് ചെയ്യുക നമ്മൾ അച്ചീവർ ആണെന്ന്. ദെൻ ആക്ട് ആസ് ഇഫ് നമ്മൾ ഓൾറെഡി കിട്ടിയ പോലെ ജീവിക്കുക. ഇന്ന് മെഴ്സിഡസ് ബെൻസിൽ നമ്മുടെ സുജിത് സാറ് യാത്ര ചെയ്യുന്നുവെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മുൻകാലങ്ങളിൽ ആ മെഴ്സിഡസ് ബെൻസ് കിട്ടാത്ത സമയത്തും മെഴ്സിഡസ് ബെൻസിലൂടെ യാത്ര ചെയ്യുന്ന അദ്ദേഹം ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. ഫീൽ ചെയ്ത ഒരുപാട് പേരുണ്ട്. ഷാറുഖ് ഖാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വലിയൊരു സ്റ്റാർ ആവുന്നതിന് മുമ്പേ ഞാൻ വലിയ സ്റ്റാർ ആവുന്നതിന് ഫീൽ ചെയ്തിട്ടുണ്ട്, ഞാൻ ആക്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ അനുകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അഭിനയിച്ചിട്ടുണ്ട്. ആർ യു റെഡി ടു ആക്ട്? ഒരു അഭിനേതാവാൻ തയ്യാറായാൽ, നമ്മൾ എവിടെ എത്തണം എന്നതിന് അഭിനേതാവാൻ തയ്യാറായാൽ, അതേപോലെ നമ്മൾ അഭിനയിക്കാൻ തയ്യാറായാൽ നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യും. ഓക്കെ, അതും ഡീപ് സെഷനാണ്. സ്റ്റിക്ക് ഇൻ റൂം അച്ചീവ്മെന്റ് പിക്സ്. അതായത് നമ്മുടെ അച്ചീവ്മെന്റിന്റെ പിക്സ് എന്താണ് നമുക്ക് നേടാൻ ആഗ്രഹിക്കുന്നത് അതിനെ നമ്മുടെ റൂമിൽ എന്നും കാണുന്നത് സ്റ്റിക്ക് ചെയ്യുക. ദെൻ അഫോമേഷൻ പറയുക. ഓക്കെ, വിഷ്വലൈസേഷൻ ചെയ്യുക. നമുക്ക് ഓൾറെഡി കിട്ടിയ പോലെ മെഡിറ്റേഷനിൽ അത് ഫീൽ ചെയ്തിട്ട് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. ദെൻ പ്രിപ്പയർ, പ്ലാൻ, ദെൻ ആക്ഷൻ. പ്രിപ്പയർ, പ്ലാൻ, ദെൻ ആക്ഷൻ. ഞാൻ നിങ്ങളിലേക്ക് ഒരു സാധനം പാസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. ജസ്റ്റ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നമ്മുടെ ഒരു ചെറിയൊരു പെർസെൻറ്റേജിലേക്ക്, ഒരു 1% ക്ലബിലേക്ക് നമ്മൾ മാറണമെങ്കിൽ നമുക്ക് അവിടെ അഫർമേഷൻസും നമുക്ക് വിഷ്വൽ ഫോട്ടോസും ഒക്കെ ആവശ്യമാണ്. ഇതവിടെ സ്റ്റിക്ക് ചെയ്യുക. ലിസ്റ്റ് ഓഫ് ഗോൾസ് അവിടെ എഴുതി വെക്കുക. ഇതേപോലെ മൈ ന്യൂ ലീഡേഴ്സ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. മൈ ആക്റ്റീവ് ലീഡേഴ്സ് ലിസ്റ്റ്, അതായത് മൈ ന്യൂ ലീഡേഴ്സ് ലിസ്റ്റ് മീൻസ് നമുക്ക് പുതിയ ആളുകളെ കാണാനുള്ളതും ഓൾറെഡി ആക്റ്റീവായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ ലിസ്റ്റ് അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ആക്റ്റീവ് അല്ലാത്തവരുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു കോളം കൂടി ഇട്ടിട്ട് അതും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഭാവിയിലേക്ക് നന്നാവും. ഓക്കെ, ഈ ഭാഗം ഞാൻ ഡീപ്പായിട്ട് പോകുന്നില്ല. ദെൻ നമ്മുടെ വൈൻഡ് അപ്പ് സെഷനിലേക്ക് വരികയാണ്. ഈ സമയത്ത് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. 2024 അല്ലെങ്കിൽ അതിനു മുമ്പ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറ്റൊരാൾക്ക് ഉപദ്രവമായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വാക്കോ ചിന്തയോ പ്രവൃത്തിയോ ഉപദ്രവമായി പോയിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സറിഞ്ഞ് അവനവന്റെ കണ്ണടച്ച്, ഇഫ് യു ആർ റെഡി ടു ട്രാൻസ്ഫോം, നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യാൻ റെഡി ആണെങ്കിൽ ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് ഇവിടെ നിന്നാണ്. പ്ലീസ് ഫോർഗീവ് ടു ഓൾ. അതായത് ഫോർഗീവ്നെസ് കൊടുക്കുക. നമുക്ക് ആരോടും ദേഷ്യമില്ല. ഇനി നമ്മളോട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടും ദേഷ്യമില്ല. നമ്മളോട് ഏറ്റവും വെറുത്ത് നിൽക്കുന്ന ആളുകൾ പോലും നമ്മുടെ ഫാമിലിയിലോ ഫ്രണ്ട് സർക്കിളിലോ അതല്ലെങ്കിൽ നമ്മുടെ അപരിചിതരിലോ ഉണ്ടാവാം. നമുക്ക് അവരോട് ആരോടും ദേഷ്യമില്ല, എല്ലാവരോടും സ്നേഹം മാത്രം. സോ എല്ലാവർക്കും നമ്മൾ പുറത്തു കൊടുക്കാൻ ആദ്യം മനസ്സറിഞ്ഞ് കണ്ണടച്ച് നമ്മൾ ഫീൽ ചെയ്തിട്ട് നമ്മൾ തയ്യാറാവുക. ദെൻ നമ്മളോട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്കും പുറത്തു കൊടുക്കുക. കാരണം നമ്മൾ മറ്റുള്ളവരോട് അറിഞ്ഞോ അറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് ഐ എം സോറി അവരോട് മനസ്സറിഞ്ഞ് അവരെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് ഇന്ന് രാത്രി നമ്മൾ തീരുമാനിക്കാം, ഐ എം സോറി, ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്തു പോയതാണെങ്കിൽ സോറി, ഉള്ളത് പറയാം. ഇനി അടുത്തൊരു മാറ്റർ, നമ്മുടെ ഫാമിലി. ഓക്കെ, ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തരുന്നത് അവിടെയാണ്. അപ്പോൾ ആ ഒരു ഫാമിലിയിലും നമുക്ക് വിള്ളലുണ്ടെങ്കിൽ അതൊക്കെ ഇന്നത്തോടു കൂടി നമ്മൾ തീരുമാനിക്കുക. നമ്മൾ ഇന്ന് മുതൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള പേഴ്സൺസ് ആയിട്ട് മാറുക. ഗ്രാറ്റിറ്റ്യൂഡ് ഇത്രയേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ഗോഡ് തന്നെയാണ്. ഇങ്ങനെ ഒരു ജീവിതം നമുക്ക് തന്നതിന് നമ്മുടെ ഗോഡിന് നന്ദി, ദൈവത്തിന് നന്ദി. അത് പലർക്കും പലതാണ്. പക്ഷെ എന്തിരുന്നാലും ആ ഒരു വലിയൊരു ശക്തി അത് എല്ലാവർക്കും ഒന്നാണ്. ആ ഒരു ശക്തിക്ക് ബിഗ് താങ്ക്സ്, ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്, നമ്മുടെ ഗുരുക്കന്മാർക്ക് നന്ദി പറയാം. നമുക്ക് ഓരോ അറിവുകൾ തന്നവർക്ക് നമ്മൾ മനസ്സറിഞ്ഞ് കണ്ണടച്ച് തന്നെ നമുക്ക് ഡെയിലി പറ്റുമെങ്കിൽ ഡെയിലി രാവിലെയും വൈകുന്നേരവും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെ നന്ദി പറയുന്ന കൂട്ടത്തിൽ നമുക്ക് അപരിചിതരാണെങ്കിലും നമ്മളെ കളിയാക്കിയവരാണെങ്കിൽ പോലും അവരോട് നന്ദി പറയുക. കാരണം പലർക്കും ജീവിതത്തിൽ സക്സസ് ആയ ആളുകൾ പറഞ്ഞിട്ടുള്ളത് കളിയാക്കലുകളാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്, മറ്റുള്ളവർ പുച്ഛിച്ചതാണ്, എനിക്ക് വില തരാത്തതാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞ പോലെ വി ആർ റെഡി ടു ട്രാൻസ്ഫോം. ഏറ്റവും ഡീപ്പ് ലെവലില് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നമ്മൾ ലോ ലെവലിലാണ് കിടക്കുന്നതെങ്കിലും
നമ്മളെ സംബന്ധിച്ചിടത്തോളം 2025 ഹൈ ലെവലിലേക്ക് നമ്മുടെ ലൈഫിനെ മാറാൻ ഡെയിലി ഒരു 10 ഗ്രാറ്റിറ്റ്യൂഡെങ്കിലും എഴുതിയിട്ട് അല്ലെങ്കിൽ 10 ഗ്രാറ്റിറ്റ്യൂഡെങ്കിലും പറഞ്ഞിട്ട് ഡെയിലി രാത്രി കിടന്നുറങ്ങാവൂ എന്ന് തീരുമാനിക്കുക. പുതിയ ഒരു ജീവിതം നമ്മൾ തീരുമാനിക്കുക. ഇന്ന് മുതൽ നമ്മൾ പുതിയ ഹാബിറ്റ്സിന്റെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഈ ഹാബിറ്റ്സിൽ മിനിമം ഒരു 5 എണ്ണമോ 3 എണ്ണമോ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കൊണ്ടുപോകും എന്ന് തീരുമാനം എടുത്തിട്ട് വേണം ഇന്നത്തെ ദിവസം നമ്മൾ അവസാനിപ്പിക്കാൻ. സോ നമ്മൾ ആദ്യം പറയുന്നത്, അല്ലെങ്കിൽ ഓക്സിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നന്ദി പറയാനുള്ളത് നമ്മുടെ ഫൗണ്ടറോടാണ്. ഒരുപാട് പ്രതിസന്ധി വന്നപ്പോഴും അദ്ദേഹം ഈ ഒരു കമ്പനിയെ എങ്ങനെ കൂട്ടിപ്പിടിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോയി നല്ല സൂപ്പർ കമ്പനി ആയിട്ട് സൂപ്പർ പ്രോഡക്ട്സ് തന്ന് സൂപ്പർ അപ്ഡേറ്റ്സ് തന്ന് നമുക്ക് മോട്ടിവേഷൻ തരുന്ന, ഇൻസ്പിറേഷൻ തരുന്ന നമ്മുടെ ഫൗണ്ടർക്ക്, കമ്പനിയുടെ മാനേജ്മെന്റിന്, അവിടുത്തെ സ്റ്റാഫുകൾക്ക്, ഓരോ ലീഡേഴ്സിനും, ഇവിടെ അച്ചീവേഴ്സിനും, ഇന്ന് ജോയിൻ ചെയ്തവർക്ക്, ഇനി വരാൻ പോകുന്നവർക്കും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നന്ദി പറയാം. കാരണം നമ്മൾ ഒരുമിച്ചാണ് ഓക്സിജനെ കെട്ടിപ്പടുക്കാൻ പോകുന്നത്. ആർ യു റെഡി? ഈ ഇരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ഒരു സെഷൻ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ശുഭദിനവും ശുഭവർഷവും അടിപൊളി വർഷം ആശംസിച്ചുകൊണ്ട്, എപ്പോഴും പറയാറുള്ള പോലെ മഴ പെയ്യുമ്പോൾ പക്ഷികളെല്ലാം തണൽ തേടി പോകും, പക്ഷേ പരുന്ത് മേഘങ്ങൾക്ക് മേലെ പറന്ന് മഴയെ തരണം ചെയ്യും. ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോൾ ആളുകൾ കളിയാക്കുന്ന സമയത്ത് നമ്മൾ പിന്തിരിഞ്ഞോടാണ്ട് എത്ര വലിയ പ്രതിസന്ധി വന്നാലും ആര് കളിയാക്കിയാലും ശരി, ഞാൻ ഓക്സിയിലൂടെ എൻ്റെ ജീവിതവും എൻ്റെ കൂടെ വരുന്ന ഓരോരുത്തരുടെ ജീവിതവും ഞാൻ മാറ്റിമറിച്ചിരിക്കും. ഓക്സിയെ വേൾഡ് നമ്പർ 1 കമ്പനി ആക്കുന്നതിൽ ഞാൻ ചുക്കാൻ പിടിച്ചിരിക്കും എന്ന തീരുമാനമെടുക്കുന്ന സൂപ്പർ ലീഡേഴ്സ് ആയിട്ടിരിക്കുന്ന എല്ലാവരും മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച് ടു ഓൾ. Yes. Oh, thank you so much. Our great personality, Mr. Shabib Shah Universe. സത്യത്തില് ഞാൻ തന്നെ വളരെയധികം ചാർജ് ചെയ്യുന്നുള്ളതാണ്. പക്ഷെ ഒരു തീരുമാനം ഞാൻ ഇന്ന് എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചെടുത്തു. അടുത്ത വർഷം 2025 കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഓക്സിയിലെ കോടീശ്വരന്മാർ ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് അന്ന് അഷ്കർ യൂണിവേഴ്സിന്റെ പേരും അവിടെ ഉണ്ടാവും. എൻ്റെ ടീമിലെ ഒരു 10-15 ആളുകളെയും ഞാൻ അവിടെ എത്തിച്ചിരിക്കും എന്നുള്ള തീരുമാനം എടുത്തിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളതാണ്. എനിവേ, താങ്ക് യു സോ മച്ച്. ഐ റെസ്പെക്ട് യു മിസ്റ്റർ ഷബീബ് ഷാ യൂണിവേഴ്സ്. എനിവേ, ഇനി നെക്സ്റ്റ് നമുക്കൊരു പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയാണ്. വളരെയധികം എക്സൈറ്റഡ് ആണ് അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട്. കാരണം ഒരു സാധാരണ അച്ഛന്റെയും അമ്മന്റെയും മകനായി ജനിച്ച് ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു അസിസ്റ്റന്റ് ക്യാമറമാനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ട്രഡീഷണൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ട്രാവൽസിന്റെ ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡയറക്ട് സെല്ലിംഗ് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരികയും അദ്ദേഹത്തിന്റെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഇന്ന് ഓക്സിയില് വെറും 2 വർഷം കൊണ്ട് ഓക്സിയിലെ തന്നെ പ്രീഷ്യസ് റാങ്ക് ആയിട്ടുള്ള ടൈറ്റാൻ റാങ്ക് അടിച്ചൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തി 2 വർഷം കൊണ്ട് ഏൺ ചെയ്ത ഇൻകം എന്ന് പറയുന്നത് 2 കോടി രൂപയാണ്. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയെ വളരെയധികം റെസ്പെക്റ്റോടുകൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഇൻവൈറ്റ് ചെയ്യാണ്. ദാറ്റ് വൺ ആൻഡ് ഓൺലി മിസ്റ്റർ സുജിത് സാർ. ലെറ്റ്സ് വെൽക്കം സുജിത് സാർ. പ്ലീസ് വെൽക്കം സാർ. താങ്ക് യു അഷ്കർ ബ്രോ. യെസ്, ഗുഡ് ഈവനിങ്. എൻ്റെ വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? ഓ, പെർഫെക്റ്റ് സാർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം വളരെ പ്രത്യേകത നിറഞ്ഞൊരു ദിവസമാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ഈ ഒരു വർഷം അല്ലെ 2024 കഴിഞ്ഞ് 2025 നമ്മൾ കടക്കുന്ന ഒരു ദിവസമാണ്. എന്തായാലും ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഇത് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് മുൻകൈ എടുത്ത ലീഡേഴ്സിനും മാനേജ്മെന്റിനും ഒക്കെ ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ശരിക്കും ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഞാൻ ഇന്നിപ്പോ ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്ന സമയത്ത് ഞാൻ തന്നെ ഭയങ്കര ചാർജിലാണ്. ഇപ്പം അഷ്കർ ബ്രോ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഫുള്ളി ചാർജിലാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഞാനത് പറയാൻ കാരണം എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മള് കുറേ പഴയ കാലഘട്ടങ്ങളിലേക്കൊന്ന് സഞ്ചരിച്ചു. താങ്ക് യു ഷബീബ് ബ്രോ. കാരണം അദ്ദേഹം എന്നെ ഇന്ന് കുറെ പിന്നോക്കം സഞ്ചരിപ്പിച്ചു. കാരണം പഴയ കുറെ ഓർമ്മകളിലേക്ക് എന്നെ എത്തിക്കാനായിട്ട് സഹായിച്ചു എന്നുള്ളതാണ്. കാരണം നമ്മളെല്ലാവരും കാണുന്നത് അച്ചീവ്മെന്റ്സ് മാത്രമാണ്.
ശരിയല്ലേ? ഏതൊരു വ്യക്തിയെ കാണുമ്പോഴും നമ്മൾ എപ്പോഴും കാണുന്നത് അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ്സ്, അതിന്റെ പിന്നിലുള്ള പ്രവർത്തനത്തെക്കുറിച്ചോ അതിനുവേണ്ടി എടുത്തിട്ടുള്ള ആ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും അതുപോലെ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസും ഇതൊന്നും കാണാൻ ആരും തയ്യാറാവുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആദ്യം ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ള, അപ്പൊ ഇന്ന് കുറെ കാര്യങ്ങൾ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ പോയിന്റ്സുകൾ നിങ്ങൾക്ക് കിട്ടി. എങ്ങനെ 2025 നമുക്ക് വരവേൽക്കാം, ഏത് രീതിയിൽ നമുക്ക് തീരുമാനമെടുക്കണം, എങ്ങനെ നമുക്ക് സക്സസ് ആവണം എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും നമ്മൾ എത്തിയിട്ടുണ്ട് അല്ലെ? അപ്പൊ അതിനെ നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാ? എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഒരു അവസരമാണ്. അപ്പൊ ആ പറയുന്ന കാര്യങ്ങൾക്ക് നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 4 ഘടകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ 4 ഘടകങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യം ഇന്നിവിടെ പറഞ്ഞു പോയൊരു സബ്ജക്റ്റ് ആണ്, നമ്മളുടെ ഡ്രീംസ് തന്നെയാണ്. ഏറ്റവും വലിയ, നമുക്ക് നമ്മൾ പറയില്ലേ കുന്നോളം ആഗ്രഹിക്കൂ അല്ലെ? അപ്പൊ പഴമക്കാർ പറയും കുന്നിക്കുരോളം കിട്ടും എന്ന് പറയും. പക്ഷെ ഇന്നതല്ല കേട്ടോ. കുന്നോളം നിങ്ങൾ ആഗ്രഹിച്ചോ, നിങ്ങൾ ആഗ്രഹിക്കുന്നതിലപ്പുറം കിട്ടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ, ആ ഒരു സമൂഹത്തിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പണ്ട് തൊട്ടേ നമ്മളുടെ ചെറുപ്പം മുതലേ നമ്മുടെ വീടുകളിൽ എന്ത് ചെയ്യണത്, ഒന്ന് ചെറുതായിട്ട് എഴുന്നേറ്റ് നടന്നു തുടങ്ങുന്ന സമയം തുടങ്ങി പിടിച്ചെഴുന്നേൽക്കുന്ന സമയത്ത് ഒന്ന് വീഴുമ്പോൾ വീട്ടുകാർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അല്ലെ? നമ്മളുടെ മാതാപിതാക്കൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആ കുട്ടി വീണതിന് കാരണം ആരാണ്? അതിന് കാരണം? ആ ടേബിളോ അല്ലെ, ആ ചെയറോ ഒക്കെയാണ്. സത്യത്തിൽ നമ്മൾ അന്ന് തൊട്ടേ ആ കുട്ടിയുടെ മനസ്സിലേക്ക് താൻ ചെയ്തൊരു മിസ്റ്റേക്കിനെ തന്റെ മിസ്റ്റേക്ക് അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വളർന്നത്. നമ്മുടെ വളർന്ന സാഹചര്യമാണ്, നമ്മൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ശരിയല്ല? ഞാൻ പറയുന്ന കാര്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യട്ടോ. കാരണം ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് സമയം വളരെ കുറവാണ്, ഞാൻ അതുകൊണ്ട് അധികം ദീർഘിപ്പിക്കുന്നില്ല. വളരെ ഷോർട്ടായിട്ട്, കാരണം ഇന്ന് ഷെബി ബ്രോ വളരെ മനോഹരമായിട്ട് നമുക്ക് 2025 ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നതാണ്. അപ്പം ആ ഒരു അത് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള എടുക്കേണ്ട 4 ഡിസിഷൻ മാത്രമേ. ഒന്ന്, നല്ല ഡ്രീംസ്, നല്ല ഉയർന്ന സ്വപ്നങ്ങൾ. നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, സ്വപ്നം കാണാൻ വേണ്ടി ആരെങ്കിലും ടാക്സ് കൊടുക്കാറുണ്ടോ? ടാക്സ് കൊടുക്കണോ സ്വപ്നം അല്ലേ? നമ്മുടെ ടാക്സ് പാർട്ട്നേഴ്സൊക്കെ ഇരിപ്പുണ്ട്, അജി കൊട്ടാരക്കരയൊക്കെ ഇരിപ്പുണ്ട് അല്ലേ? സാറേ നമുക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഡ്രീംസിന്? ഒരിക്കലും ഇല്ല. നിങ്ങൾ കാണൂ, ഞാൻ പറയുന്നത് പണ്ടൊരു നമ്മൾ ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖലയിലേക്ക് വന്ന സമയത്ത് സ്വപ്നം കാണാൻ പഠിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ്. അന്ന് തുടങ്ങിയാണ് നമ്മളുടെ മനസ്സിലേക്ക് ഡ്രീംസ് കയറി തുടങ്ങിയത്. ഇതിനു മുമ്പ് ആരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല ഡ്രീംസ് കാണൂ, സ്വപ്നങ്ങൾ കാണൂ. പറഞ്ഞു തന്നിരിക്കുന്ന അങ്ങനെയല്ല. മോനെ നമ്മൾ പാവങ്ങളാ കൊക്കിലൊതുങ്ങിയതേ കൊത്താവൂ. ശരിയല്ലേ? നമ്മൾ കേട്ട് ശീലിച്ചേക്കണത് മുഴുവൻ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ ഇങ്ങനെ പാവങ്ങളായി അടുത്ത തലമുറയ്ക്ക് നമ്മുടെ ബാധ്യത മുഴുവൻ ഏൽപ്പിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കടന്നു തുടങ്ങി. ഞാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, ഒരു ലൈഫേ ഉള്ളൂ, നമുക്ക് പൊരുതി നേടാൻ സാധിക്കണം അല്ലേ? നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷൻ, ഡ്രീംസ് കഴിഞ്ഞാൽ ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് ഒരു സ്ട്രോങ് ഡിസിഷൻ നമുക്ക് എടുക്കാൻ സാധിക്കണം. ഞാൻ ഈ ഒരു പ്രോജക്റ്റിലൂടെ, ഞാൻ ഇതിലൂടെ വിജയിച്ചിരിക്കും, ഞാൻ നേട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുമെന്ന് ആർക്കൊക്കെയാണോ ഇതിൽ ഒരു തീരുമാനം, ഒരു ഉറച്ച ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളതാണ് 2025. വേറെ ആർക്കും ഉള്ളതല്ല ഈ പറയുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ ഡിസിഷൻ എടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല. ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ഡെഡിക്കേഷൻ നമ്മൾ കാണിക്കണം. ഞാൻ 4D നിങ്ങൾ ഓർത്തിരിക്കുക, എളുപ്പത്തിന് 4D പറയുന്നു: ഡ്രീംസ്, ഡിസിഷൻ ആൻഡ് ഡെഡിക്കേഷൻ. ഈ ഡെഡിക്കേഷൻ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. ശരിയല്ലേ? ഇന്ന് പ്രോഗ്രാം ഉണ്ട്, അപ്പൊ ചില ആൾക്കാർ പറഞ്ഞു, അയ്യോ ഇന്ന് ഡിസംബർ 31 അല്ലേ, നാളെ ന്യൂ ഇയർ അല്ലേ, എല്ലാവരും ആഘോഷത്തിലാണ്, അതുകൊണ്ട് ആരും പ്രോഗ്രാമിന് പങ്കെടുക്കാൻ സാധ്യതയില്ല. റൈറ്റ് ഓർ റോങ്? ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു വെക്കും. പക്ഷെ ഇന്ന് ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയത്തെ ചെലവഴിച്ചുകൊണ്ട് ഏകദേശം 240-ലധികം 250ഓളം വ്യക്തികൾ ഇന്ന് ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വിജയത്തിന് അർഹതപ്പെട്ട വ്യക്തികളാണ്. കാരണം അത്രയും സീരിയസ് ആയിട്ട് നിങ്ങൾ കാണുന്നത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇന്ന് നിങ്ങളുടെ ഇത്രയും ഒരു എൻജോയ്മെന്റിന് പോകേണ്ട ഒരു ടൈം, ഏറ്റവും അല്ലെ ഒരു നല്ലൊരു മുഹൂർത്തം നമ്മൾ മാറ്റി വെച്ചുകൊണ്ട്
ഈ ഒരു ബിസിനസ്സിന് വേണ്ടി നമ്മൾ ഡെഡിക്കേഷൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കുള്ള 2025 എന്ന് പറയുന്നത് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഉള്ളതാണ്. അതിനകത്ത് യാതൊരുവിധ തർക്കവുമില്ല. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് 4ാമത്തെ പോയിന്റ് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഡിറ്റർമിനേഷൻ. ഇത് നേടിയെടുക്കാനുള്ള ആ ഒരു ഇച്ഛാശക്തി നമുക്കില്ല എങ്കിൽ, നമ്മൾ ഇന്ന് പറയുന്നുണ്ട് അല്ലെ, ജഗതിയുടെ ഒരു സിനിമ നമ്മൾ കാണാറുണ്ട്, അന്ന് നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ കിടന്നുറങ്ങുന്ന സീനിലേക്കാണ് പോണെങ്കിൽ, നേരത്തെ ഷെബി ബ്രോ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് പ്രൊക്കാസിനേഷൻ എന്ന് പറഞ്ഞ വേർഡ്. അല്ല, മാറ്റിവെക്കപ്പെടും എല്ലാം. നാളെ 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 ലോട്ടറിക്കാർ പറയുന്ന പോലെ നീളെ 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 പോകുന്ന ഒരു സാഹചര്യം. അതല്ലേ 2024 ഒരു 90% ആൾക്കാർക്കും സംഭവിച്ചത്? ശരിയോ തെറ്റോ? അങ്ങനെയെങ്കിൽ 2025 നമ്മൾ വരവേൽക്കാൻ പോവുകയാണ്. അതെങ്ങനെ? നമ്മൾ എല്ലാവർക്കും സമാധാനവും സന്തോഷവും അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള ആരോഗ്യവും പ്രദാനം ചെയ്തുകൊണ്ടുള്ള ഒരു വലിയൊരു സുന്ദര നിമിഷത്തിലേക്കാണ് ഈ ഒരു ഇയർ നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ, പലപ്പോഴും നമുക്ക് ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഫിയർ ഓഫ് ഫെയിലിയർ ആണ്. നമ്മൾ പരാജയപ്പെടുമോ എന്നുള്ളൊരു പേടിയാണ് പലരെയും പല കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. ഞാൻ ചോദിക്കുന്നത്, എന്ത് പരാജയപ്പെട്ടാലും വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് ചെയ്ത വ്യക്തികളുണ്ടെങ്കിൽ അവരെല്ലാം അത് വിജയിച്ചിട്ടുണ്ട്. അവരുടെ വിജയഗാഥകളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. അവരെല്ലാം വലിയ തലങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഓരോ പരാജയവും നമ്മളുടെ എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെങ്കിൽ, ഇന്ന് ആ എക്സ്പീരിയൻസിനെ നിങ്ങൾക്ക് എൻക്യാഷ് ചെയ്യാൻ പറ്റുന്ന, ഇന്നിവിടെ ഷെബി ബ്രോ പോലുള്ള വ്യക്തികൾ, ഞങ്ങൾ എല്ലാവരും തന്നെ അങ്ങനെ എൻക്യാഷ് ചെയ്തിരിക്കുന്ന വ്യക്തികളാണ്. അല്ലാണ്ട് ആരും ഓടി വന്ന് ഉടനെ തന്നെ വലിയ അച്ചീവർ ആയതോ അല്ലെങ്കിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയോ വലിയ പബ്ലിക് സ്പീക്കർ ആയതോ ഒന്നുമല്ല. എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ വളരെ ഷൈ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഒരു വ്യക്തികളുടെ മുമ്പിൽ കൂടുതൽ അല്ലെങ്കിൽ 3-4 വ്യക്തികൾ നിൽക്കുന്ന സമയത്ത് നിന്ന് സംസാരിക്കാനുള്ള ആ ഒരു മനോഭാവം പണ്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇതെല്ലാം നമുക്ക് നേടിത്തന്നത് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ്. ഡയറക്ട് സെല്ലിങ്ങിലൂടെ നേടാൻ പറ്റുന്ന നിരവധി കാര്യങ്ങൾ, ഒരു സെലിബ്രിറ്റി മോഡ് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങളെ അറിയപ്പെടുന്ന, നിങ്ങളെ ആരാധിക്കുന്ന വ്യക്തികളായിട്ട് മാറാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇന്ന് പല സെലിബ്രിറ്റീസിനെ പോലെ നിങ്ങൾക്ക് ഈ ഒരു ഓക്സി ബ്രാൻഡിന്റെ അംബാസഡർ ആയിട്ട് മാറാൻ സാധിക്കും. ഇനി വരാൻ പോകുന്ന കാലഘട്ടം, ഈ പറയുന്ന 2025 നാളെ മുതൽ തുടങ്ങുകയാണ്. ശരിക്കും ഓക്സിക്കുള്ള വർഷമാണ് 2025 എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി അങ്ങോട്ടുള്ള ഗ്രോത്ത്. കാരണം അതിന്റെ ലീഗൽ വശങ്ങളുടെ അടുത്തൊരു സബ്ജക്ട് കൂടി പുറത്തേക്ക് വരാൻ പോവുകയാണ്. അതൂടെ വന്നു കഴിഞ്ഞാൽ, ഓൾമോസ്റ്റ് ജനുവരിയോട് കൂടി അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതൂടെ വന്നു കഴിഞ്ഞാൽ ഓക്സി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നിങ്ങളെ തേടി വ്യക്തികൾ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറാൻ പോവുകയാണ്. അത് ഉറച്ചു വിശ്വസിക്കുക, അതിൽ നിങ്ങൾ അഫർമേഷൻ കൊടുക്കുക. നിങ്ങൾ വലിയൊരു ലീഡറായി മാറും. നിങ്ങൾ ഈ പറയുന്ന ഇന്റർനാഷണൽ ലെവലിൽ ലോകം മുഴുവൻ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന, കയ്യിലിരിക്കുന്ന ഒരു മൊബൈൽ ഫോണും ഇന്റർനെറ്റ് കണക്ഷനും ഉപയോഗിച്ചുകൊണ്ട് ലോകം മുഴുവൻ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു എന്റർപ്രണർ ആയിട്ട് മാറാൻ സാധിക്കട്ടെ. നിങ്ങൾക്ക് ഈ വരുന്ന 2025 എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ അച്ചീവ്മെന്റ്സും നേടാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. യെസ്, താങ്ക് യു സോ മച്ച് സജിത് സാർ. എനിവേ, ഇന്നത്തെ ഒരു ദിവസം അപ്പോ നമ്മളിൽ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇന്ന് നമ്മളിവിടെ തൃശ്ശൂർ പൂരത്തിന് നമ്മൾ തീ കൊളത്തി, അല്ലെ, ഓക്സി പൂരത്തിന് തീ കൊളത്തി ഇവിടെ. തീർച്ചയായിട്ടും എല്ലാവരുടെ ജീവിതത്തിലും വലിയ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വൺസ് അഗൈൻ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. സൈനിങ് ഓഫ്, അഷ്കർ യൂണിവേഴ്സ്. താങ്ക് യു സോ മച്ച്. ഐ റെസ്പെക്ട് യു.